ഹലോ ഹലോ ഹലോ. അപ്പോൾ എല്ലാവർക്കും എഴുതാപ്പുറത്തിൻ്റെ അടുത്ത എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മൾ നോൺ ഫിക്ഷൻ ഇങ്ങനെ പറഞ്ഞറിഞ്ഞു പോവാണ്. ഇത് ഒരുപാടുണ്ട്. അപ്പോൾ വിൽ കണ്ടിന്യൂ ദാറ്റ്. ഇത്തവണ ഞാൻ തുടങ്ങാം. ഞാൻ അനൂപിന് ഇഷ്ടമുള്ളൊരു ടോപ്പിക്കിൽ പറയാം. ഹിസ്റ്റോറിക്കൽ ഫിക്ഷൻ അല്ല, ഹിസ്റ്റോറിക്കൽ അക്കൗണ്ടാണ്. ഞാൻ കഴിഞ്ഞ വർഷം വായിച്ച എനിക്ക് ഭയങ്കരമായിട്ട് ഹുക്ഡായ ഒരു പുസ്തകമാണ് വേജർ. പുള്ളി സ്ഥിരമായിട്ട് ഹിസ്റ്റോറിക്കൽ അക്കൗണ്ട് എഴുതുന്ന ഒരാളാണ് ഡേവിഡ് ഗ്രാൻ. ഇപ്പം അടുത്തിടയ്ക്ക് ഡിക്കാപ്രിയോയുടെ സിനിമയായ കില്ലേഴ്സ് ഓഫ് ദ ഫ്ലവർ മൂൺ ഒക്കെ എഴുതിയ ആളാണ്. അപ്പം ഇത് വേജർ എന്ന് പറഞ്ഞിട്ട് ഒരു ഷിപ്പിൻ്റെ ജേണിയെ കുറിച്ചുള്ളതാണ്. അത് ഒരു ഒരു ബ്രിട്ടീഷ് ഷിപ്പായിരുന്നു HMS വേജർ. അപ്പോൾ ഈ HMS വേജറിന് ഒരു അയച്ചിരുന്ന ജോലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്പാനിഷ് ഗാലിയനെ ആക്രമിച്ച് അതിൻ്റെ അകത്തുണ്ടായിരുന്ന ട്രഷറൊക്കെ പ്ലണ്ടർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ HMS വേജറിനെ പറഞ്ഞു വിട്ടത്. അപ്പോൾ ഇവർ സൗത്ത് അമേരിക്ക ചുറ്റി ഈ സ്പാനിഷ് അർമാഡയെ ചേസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് വേറെ കുറച്ച് ഷിപ്സിൻ്റെ കൂടെ. എന്നിട്ട് അത് ഇങ്ങനെ സൗത്ത് അമേരിക്കയുടെ ഏറ്റവും അറ്റത്ത് പാറ്റഗോണിയയിൽ ഒരു ഐലൻഡിൽ ഇവർ ഷിപ്പ് ആവുകയും അതിലുള്ള ആളുകൾ പിന്നെ എങ്ങനെ സർവൈവ് ചെയ്തു, അതിൽ തന്നെ പിന്നെ ചേരിതിരിവും അടിയും ഒക്കെ ഉണ്ടായി. കാരണം അന്ന് മ്യൂട്ടിനി എന്ന് പറഞ്ഞാൽ അൺഅക്സെപ്റ്റബിൾ ആണ്. പക്ഷേ മ്യൂട്ടിനിയും എല്ലാം ഉണ്ടായി. എന്നിട്ട് അവസാനം അതിൽ നിന്നും സർവൈവ് ചെയ്ത ആളുകളുടെ അക്കൗണ്ട്സ് ഒക്കെ വെച്ചിട്ട് ഇത് റീക്രിയേറ്റ് ചെയ്ത ഒരു കഥയാണ്. അപ്പോൾ വളരെ ഇൻറ്റൻസ് ആയിട്ടുള്ളൊരു ഇതായിരുന്നു. എന്ന് പറഞ്ഞാൽ ഫിക്ഷൻ വായിക്കുന്ന അതേ രസത്തോടെ ഞാൻ വായിച്ചിരുന്ന ഒരു നോൺ ഫിക്ഷനാണ് ഈ വേജർ എന്ന് പറയുന്നത്. എനിക്ക് തോന്നുന്നു അതിപ്പോൾ അധികം വൈകാത്തൊരു സിനിമയാവുമെന്ന് തോന്നുന്നു. അങ്ങനെ എന്തോ ഒരു പ്ലാൻ ഉണ്ടെന്നാണ് തോന്നിയത്. എനിക്ക് ഈ മാരിടൈം സ്റ്റോറീസ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അത് കാരണം ഞാൻ എടുത്ത് വായിച്ചതാണ്. ഇനിയും അത് വായിച്ചു കഴിഞ്ഞാൽ ഇതുപോലത്തെ ഇനിയും കഥകൾ വായിക്കാൻ തോന്നുന്നു. അത്ര ഹൈലി റെക്കമെൻഡഡ് സാധനമാണ് അത്. തലാസഫോബിയുള്ളതുകൊണ്ട് മാരിടൈം കഥകൾ വായിക്കാറില്ല അല്ലേ? എനിക്ക് പ്രിസൈസ്ലി അത് ആ ഫോബിയ ഉള്ളതുകൊണ്ട് ഞാൻ അത് വായിക്കും. അല്ല, ഇതില് പടം കാണണ്ടല്ലോ, വായിച്ചപ്പോ ഇതില് കടലല്ല പണി കൊടുക്കുന്നത്, ഹ്യൂമൻ നേച്ചറാണ് പ്രശ്നം. ആളുകൾ തമ്മിൽ തർക്കമാവുന്നൊക്കെ. നിങ്ങൾ ആരെങ്കിലും മറ്റേ ഒരു മോബിഡിക്കിന്റെ ഒരു അഡാപ്റ്റേഷൻ ഉണ്ടല്ലോ, ഇൻ ദ ഹാർട്ട് ഓഫ് ദ ഓഷ്യൻ എന്ന് പറഞ്ഞിട്ട്, ആ സിനിമ കണ്ടിട്ടുണ്ടോ? ക്രിസ് ഹെംസ്വർത്തിന്റെ ആണോ? ഓ ബ്യൂട്ടിഫുൾ. വളരെ റിയൽ അക്കൗണ്ട്. അത് ആക്ച്വലി മോബിടെക് അല്ലല്ല, മോബിഡിക്കിനെ ഈ കഥ വെച്ചിട്ടാണ്. ഒരു ദർ വാസ് എ വൈറ്റ് വെയിൽ, അതിനെ ചേസ് ചെയ്ത് പോയതിൻ്റെയാണ്. അതുപോലെ ഓൺ ദ ടോപ്പിക് റൈറ്റ്, ഈ മോബിഡിക്കിൻ്റെ വേറെ ഒരു അഡാപ്റ്റേഷൻ ഉണ്ടായിരുന്നു. എന്ന് പറഞ്ഞാൽ വെയിൽസ് ആകാശത്തിൽ പറക്കുന്ന ഒരു കഥ. മോബിഡിക്ക് തന്നെയാണ്, എക്സാക്ട്ലി സെയിം, ബട്ട് റിട്ടൺ ഫ്രം ദ പെർസ്പെക്റ്റീവ് ഓഫ് വെയിൽസ്. ഈ വെയിൽസ് ആകാശത്തിൽ പറക്കുന്നു, അങ്ങനത്തെ ഒരു കഥ. അത് ബേസിക്കലി ഫിക്ഷനാണ്. പക്ഷെ അത് ആ പുസ്തകം അതിലെ വരയും ഒക്കെ ആ ഡിസ്ക്രിപ്ഷൻസിനും ഒക്കെ വേണ്ടിയിട്ട് നമുക്ക് വാങ്ങിക്കാവുന്നതാണ്. ഭയങ്കര ഭംഗിയാ വെയിൽസിനെ കാണാൻ. അത് ജസ്റ്റ് അതും കാവ്സും കൂടെ പോകുന്നൊരു സീസൺ ഉണ്ട് ഇവിടെ ഈ അന്റാർട്ടിക്കന്ന്. ഈ കോസ്റ്റ് ലൈനിലാണ്, വെസ്റ്റേൺ ഓസ്ട്രേലിയയുടെ കോസ്റ്റ് ലൈനിൽ വെയിൽ വാച്ചിങ് ഉണ്ട് ഈ ഒക്ടോബർ-നവംബർ സീസണിൽ. കുഞ്ഞുങ്ങളുമായിട്ട് തിരിച്ചു പോകുന്നത് എന്തോ ആണ് ആ സമയത്ത്. കാരണം ഇനിയിപ്പോൾ സമ്മർ ആയി തുടങ്ങുമല്ലോ. അപ്പോൾ ഇവിടെ സമ്മർ തുടങ്ങുമ്പോൾ തിരിച്ച് താഴത്തേക്ക് പോകാൻ മതി. അപ്പോൾ അവിടെയും ചൂടായിരിക്കുമല്ലോ. അത് ഭയങ്കര രസമാണ് കാണാനായിട്ട്. അത് മാസീവ് ക്രീച്ചേഴ്സ് ആണ് അവര്, വലുതാ. അതിങ്ങനെ ആ ഇത് കൂടെ ഗ്ലൈഡ് ചെയ്ത് പോകുന്ന കാണാൻ ഭയങ്കര ഭംഗിയുള്ളൊരു ഇതാണ്. ജെന്റിൽ ജയന്റ്സ് എന്നൊക്കെ പറയുന്ന പോലെ വളരെ ഇന്റലിജന്റ് ആയിട്ടുള്ള ക്രീച്ചേഴ്സ്. പുസ്തകത്തിന്റെ പേര് ആൻഡ് ദി ഓഷ്യൻ വാസ് അവർ സ്കൈ. ഭയങ്കര ആ പേര് പോലെ പോയറ്റിക് ആയിട്ടുള്ള സാധനമാണിത്. പാട്രിക് നെസ് എന്ന് പറഞ്ഞ ഒരാള് എഴുതിയിരിക്കുന്നതാണ്. പിന്നെ അതുപോലെ നോൺ ഫിക്ഷനിൽ എനിക്ക് ഒരുപാട് ഞാൻ എൻജോയ് ചെയ്തൊരു റൈറ്റിംഗ് ഈസ് ആന്റണി ലോറൻസിൻ്റെ പുസ്തകങ്ങളാണ്.
പുള്ളി ഒരുപാട് പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. ആന്റണി ലോറൻസ് എഴുതുന്നത് ആനിമൽ കൺസർവേഷൻസിനെ കുറിച്ചാണ്. അപ്പോൾ ഈ ആള് ആഫ്രിക്കയിൽ ഒരു ഹണ്ടിങ് ഫാമുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ ഏരിയയാണ്, അവിടെ വൈൽഡ് ലൈഫ് ഒക്കെ ഉണ്ട്. അവിടെ കാശ് കൊടുത്തു കഴിഞ്ഞാൽ ആളുകൾക്കൊന്ന് ഹണ്ട് ചെയ്യാം. അവിടെ ആള് പോയി ഒരു സംഘം എലിഫൻസിന്, ഭയങ്കര ട്രബിൾഡ് എലിഫൻസ് ആണ്, അതുങ്ങളെ കൊന്നുകളയും എന്നൊക്കെ പറഞ്ഞിരിക്കുന്ന സാധനത്തിനെ പുള്ളി പ്രശ്നത്തിൽ നിന്ന് ഒഴിവാക്കി എടുക്കുന്നതും, അത് എലിഫന്റ് വിസ്പറർ എന്ന് പറഞ്ഞിട്ട് സാധനമാണ്. പിന്നെ അതുപോലെ 2 റൈനോസിന്റെ ഒരു കഥയുണ്ടായിരുന്നു. പുള്ളി ഇതുപോലെ 2 റൈനോസിനെ കൺസേർവ് ചെയ്യാൻ, രക്ഷിക്കാൻ നോക്കുന്ന ഒരു പുസ്തകമുണ്ട്. അതുപോലെ ബാബിലോൺസ് ആർക്ക് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ ഇറാഖില് ബോംബിങ് നടന്നപ്പോൾ ബാബിലോൺ സൂ ഡോറ് തകർന്ന ആനിമൽസ് ഒക്കെ രക്ഷപ്പെട്ടായിരുന്നു. അപ്പോൾ അതിലെ ലയൺസിനെ സേവ് ചെയ്യാൻ പുള്ളി ഫ്ലൈ ചെയ്ത് പോയ എക്സ്പീരിയൻസും, അങ്ങനെ പുള്ളിയുടെ 3 പുസ്തകം വായിച്ചിട്ടുണ്ട്. 3ഉം ഭയങ്കര രസമുള്ള സാധനമാണ് ആന്റണി ലോറൻസിൻ്റെ. എഗെയിൻ ഈ ഇങ്ങനത്തെ ചില നോൺ ഫിക്ഷൻ വായിക്കുമ്പോൾ നമുക്ക് ഫിക്ഷൻ വായിക്കുന്നതിനേക്കാളും കൂടുതൽ ഒരു ഹൈ കിട്ടും. കാരണം നമുക്കറിയാം ഇത് ശരിക്കും നടന്നതാണെന്ന്. അങ്ങനത്തെ ഒരു പുസ്തകമാണ് ആന്റണി ലോറൻസിന്റെ എല്ലാം. എനിക്ക് അതേപോലെ ഇഷ്ടപ്പെട്ട ഒരു ബുക്കാണ് ജിം കോബർട്ടിന്റെ ബുക്സ് ഒക്കെ. സോ ലൈക്ക് ഇഫ് യു വാണ്ട് യു ക്യാൻ റീഡ് ഇറ്റ് ആസ് ഫിക്ഷൻ, പക്ഷെ നമുക്കറിയാം അത് ശരിക്കും നടന്നിട്ടുള്ളൊരു സംഭവമാണ്. ആൻഡ് ദാറ്റ് മാൻ ഇസ് എ ട്രഷർ. അപ്പൊ ആ ബുക്സിലൊക്കെ നമ്മൾ വായിച്ചു കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും പുള്ളിക്കും നല്ലൊരു സ്റ്റാറ്റസ് ആണ് ആൾക്കാരുടെ ഇടയിൽ. എല്ലാവരും അദ്ദേഹത്തിനെ കാർപ്പറ്റ് സാഹിബ് എന്നാണ് വിളിച്ചോണ്ടിരുന്നത്. അതിന്റെ ഈ ഓരോ ഡിസ്ക്രിപ്ഷൻസ് ഒക്കെ ഭയങ്കര വിവിഡാണ്. ടൈഗേഴ്സിനെ കുറിച്ചുള്ള പേഴ്സണാലിറ്റി, ഒരുപാട് മിത്തുകൾ പുള്ളി ബ്രേക്ക് ചെയ്യുന്നുണ്ട് ആ കാലഘട്ടത്തിൽ. അപ്പൊ ഒരു മിത്ത് എന്നുള്ളത് എനിക്കൊന്ന് നമ്മുടെ ചെറുപ്പകാലത്തിൽ നമ്മൾ വിശ്വസിച്ചിരുന്നൊരു മിത്തുണ്ട്, ഈ കടുവകളും പുലികളും ഒക്കെ എങ്ങനെ മാനീറ്റേഴ്സ് ആകും എന്നുള്ളത്. ലൈക്ക് വി യൂസ് ടു ഹിയർ ദാറ്റ് ഇങ്ങനെ ഒരു വട്ടം മനുഷ്യരുടെ മാംസം ടേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്കത് മതി എന്നുള്ളത്. പക്ഷെ കോർബറ്റ് കൃത്യമായിട്ട് പറയുന്നുണ്ട് പലപ്പോഴും വൂണ്ടഡ് ആയിട്ടുള്ളത്, ഈ മുള്ളംപന്നിനെ മുള്ളു കൊണ്ടിട്ടോ അല്ലെങ്കിൽ പ്രായം കൂടിയിട്ടോ പല്ലില് പൊട്ടൽ എന്തെങ്കിലും വരുമ്പോ അവർക്ക് നാച്ചുറൽ പ്രയെ പിടിക്കാൻ കഴിയുന്നില്ല, അതിൽ ഹണ്ട് ചെയ്യാൻ കഴിയാത്തൊരു സിറ്റുവേഷൻ വരുമ്പോൾ അവർ ഈസി പ്രയിലോട്ട് പോകും. അല്ലെങ്കിൽ അവർക്ക് മനുഷ്യർ അത്ര ഫെമിലിയർ ആയിട്ടുള്ളൊരു ഒരു ജീവിയല്ല മനുഷ്യർ. അപ്പൊ അവർ ഹണ്ട് ചെയ്യാറില്ല, അവോയ്ഡ് ചെയ്യും. കാരണം അത് കുറച്ച് റിസ്ക് ആണെന്ന് അവർക്കും അറിയാം. കാരണം ഒരെണ്ണത്തെ തട്ടിക്കഴിഞ്ഞാൽ കൂട്ടത്തോടെ ഇതുങ്ങളങ്ങ് വരും. അതുകൊണ്ട് കടുവയും പുലിയൊക്കെ മാറി നിൽക്കത്തേ വളരെ. ഞാൻ രുദ്രപ്രയാഗിൽ പോയപ്പോ അവിടെ ആ ലെപ്പേർഡിനെ അവസാനം വെടിവെച്ച് കൊന്നെടുത്തൊരു ഫലകമുണ്ട്. അതിന്റെ ഫോട്ടോ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. അത് എത്രയോ വർഷങ്ങൾ ട്രാക്ക് ചെയ്ത പുള്ളി നടന്നിരുന്നേ. സോറി, എന്താ ലോട്ട് ഓഫ് ബുക്സ്. അല്ല, അത് വേറെ ഒരുപാട് ബുക്സ് ഉണ്ട്. അത് പുസ്തകത്തിന്റെ പേര് മാൻ ഈറ്റേഴ്സ് ഓഫ് കുമയൂൺ എന്നാണ്. അതിന്റെ അകത്തെ ഒരു വലിയ പുസ്തകം, ഒരു കഥയാണ് ഈ മാൻ ഈറ്റിംഗ് ലെപ്പേർഡ് ഓഫ് രുദ്രപ്രയാഗ് എന്ന് പറയുന്നത്. അത് ആദ്യത്തെ പ്രാവശ്യം പുള്ളിക്ക് ജസ്റ്റ് മിസ്സായിട്ട് പിന്നെയും വന്ന് അത് ആളുകളെ കൊന്നു. 1 വർഷത്തോളം എടുത്തു അതിനെ കൊല്ലാനായിട്ട്. അപ്പോഴേക്കും ഒരുപാട് പേരെ കൊന്നിരുന്നു. അല്ല സനി, 1 വർഷമല്ല, ഒരുപാട് വർഷങ്ങളെടുത്തു. മേ ബി ക്ലോസ് ടു 15-20 years ആണെന്ന് തോന്നുന്നത്. മേ ബി നോട്ട്, ബട്ട് ഇറ്റ് ടുക്ക് എ ഫ്യൂ മോർ ദാൻ എ ഇയർ. ഒരുപാട് വർഷങ്ങളെടുത്തു. കാരണം പുള്ളി ഇതിനെ അന്വേഷിച്ച ഏരിയ ചെല്ലുമ്പോൾ അവിടെ കുറച്ചുകൾ താമസിക്കുമ്പോഴായിരിക്കും ഒരു റിപ്പോർട്ട് വരുന്ന വേറെ ഗ്രാമത്തിൽ ആക്രമണം തുടങ്ങിയത്. അങ്ങനെ ഇതിന്റെ പുറയിൽ ഇങ്ങനെ പോവും. അതിന്റെ ഇടയ്ക്ക് പുള്ളി സൈഡിൽ കൂടെ വേറെ മാനേജേഴ്സിനെ ഹണ്ട് ചെയ്യും. അതിന്റെ രസമാണ്. ഞാൻ ഹണ്ടേഴ്സിന് വേണ്ടി കുറെ റിസർച്ച് ചെയ്തത് ഇതിൽ നിന്നാണ്. ജിം കോബർട്ടിനെ കുറെ അഡാപ്റ്റ് ചെയ്തിട്ടുണ്ട്. കാണാനുണ്ട് അതിൽ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ടെൻസ്നെസ് അതുപോലെ വന്നിട്ടുണ്ട് അതിന്റെ അകത്ത്. ഞാൻ പലപ്പോഴും ഒരുപാട് എനിക്ക് ആ കാലഘട്ടത്തില് ഹണ്ടേഴ്സ് എങ്ങനെ ചിന്തിച്ചിരുന്നു അറിയാൻ വേണ്ടിയിട്ട് ഞാൻ അതാണ് റെഫർ ചെയ്തത്. വേറെ ഹണ്ടേഴ്സിന്റെ ഒക്കെ ബുക്സ് ഉണ്ട്. കെനത്ത് ആൻഡേഴ്സന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാല് പുള്ളിയുടെ മുഴുവൻ സൗത്ത് ഇന്ത്യയാണ്. അപ്പോ എനിക്ക് കുറച്ചുകൂടെ ഹാർട്ടാണ്. കാരണം നമ്മള് ബേർഡ് ചെയ്തിട്ടുള്ള സ്ഥലമാണ് ഈ നാഗർഹോളെ,
ബന്ദിപ്പൂര് അവിടെയൊക്കെ ഒരുപാട് നമ്മൾ അലഞ്ഞിട്ടുള്ളതാണ്. ലേഖ ഒരുപാട് പ്രാവശ്യം നമ്മുടെ കൂടെ വന്നിട്ടുണ്ട് അവിടെയൊക്കെ. ലൈവ് ലയണിനെ കണ്ടത് ഓർമ്മയുണ്ടോ? ടൈഗർ ടൈഗർ ബന്ദിപ്പൂര് റോഡിന്റെ ആ നടുക്ക് അത് ലൈക്ക് നമ്മള് ഞങ്ങളൊരു 5-6 പത്തടി പേരുണ്ടായിരുന്നു. ഞങ്ങളെല്ലാരും കൂടി കാശ് കൊടുത്ത് സഫാരിക്കൊക്കെ പോയി ഒരു കുന്തവും കണ്ടില്ല. അത് കഴിഞ്ഞിട്ട് ഹൈവേയില് വണ്ടി ഓടിച്ചോണ്ട് പോകുമ്പോ നേരെ ഹൈവേ ക്രോസ് ചെയ്ത് പോണ സാധനം. അത് ഒരു ഞങ്ങളൊക്കെ കാറിന്റെ വീതിയുണ്ടത്. രണ്ടുപേര് ബൈക്കിലുണ്ടായിരുന്നു മുമ്പില്. അപ്പൊ ഞങ്ങള് ഈശ്വരാ നമ്മള് ബൈക്കിലാവാഞ്ഞത് ഭാഗ്യം. എനിക്ക് ബാനീറ്റേഴ്സ് എന്ന് പറയുമ്പം നിങ്ങൾ ആരെങ്കിലും ജുനൂൻ എന്ന് പറഞ്ഞ സിനിമ പിന്നെ കണ്ടിട്ടുണ്ടോ? നൈറ്റ് മെയർ ഫ്യൂവൽ ആയിരുന്നു No. കൊച്ചായിരുന്നപ്പോ. രാഹുൽ റോയ്, പൂജ ഭട്ട്. അതൊരു ക്ലാസിക് ഹൊറർ മൂവിയാണ്. പൊതുവെ ബോളിവുഡിൽ വരുന്ന ഹൊറർ മൂവീസ് എല്ലാം ഒരു മറ്റേ റാംസെ ബ്രദേഴ്സിന്റെ കുറച്ചും കൂടി റിഫൈൻഡ് വേർഷൻസ് ആണ് പൊതുവെ. ഏഹ് പക്ഷെ ഇത് ഒരു എനിക്ക് അത് കണ്ടിട്ട് പല രാത്രികളും എനിക്ക് ഉറങ്ങാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. വേണമെങ്കിൽ ഒന്നും കൂടെ വേണമെങ്കിൽ ഒന്ന് പോയി കാണാം. പക്ഷെ ഇപ്പൊ കണ്ടു എനിക്കത് കഴിഞ്ഞു ഓർമ്മ കഴിഞ്ഞാൽ വരുന്നത് ഇതുണ്ടാവില്ല. സ്പെഷ്യൽ എഫക്ട്സ് ഒക്കെ വളരെ മോശമായിട്ടായിരിക്കും തോന്നുന്നത്. ആണ്. ഉം. ഇല്ല അത് സ്പെഷ്യൽ എഫക്ട്സിന്റെ കാര്യമല്ല, പടം അതിന്റെ ആ സ്ക്രിപ്റ്റും കാര്യങ്ങളും ഒക്കെ ഏജ്ഡ് വെൽ. റാഫ് ഓഫ് ദ മറ്റേതുപോലെയല്ല. മൗണ്ട്സ് ഇസ് ഏജ്ഡ് വെൽ. കൊച്ചായിരുന്നപ്പോ വയനാട് അന്തമ്പാൻ കണ്ട് മേടിച്ച് നിലവിളിച്ചതാണ്. ഇതേപോലത്തെ ഞാനിനി എന്തായാലും ഈ മൂവി ഒന്ന് ചെക്ക്ഔട്ട് ചെയ്യാം. ഇതേപോലത്തെ മൂവി ഇഷ്ടമാണെങ്കിൽ കാണേണ്ട ഒരു മൂവിയാണ് ദ ഗോസ്റ്റ് ആൻഡ് ദ ഡാർക്ക്നെസ്. ദ മാനിറ്റേഴ്സ് ഓഫ് സാവോ എന്ന് പറഞ്ഞൊരു വിവരണമുണ്ട്. അത് ഞാൻ ഞാൻ പുസ്തകം വായിച്ചിട്ടുണ്ട്. ഞാൻ വായിച്ചിട്ടുണ്ട്. അതെ, ഐ സിനിമ വാസ് അബൌട്ട് ടു കം ടു ദാറ്റ്. സിനിമ ദാൽ കിൽമറും മൈക്കൽ വാൽ ഡഗ്ലസും. കിൽമർ, ഓംപുരി ഉണ്ട്. ഓംപുരി ഒരു നല്ല ക്യാരക്ടറാണ്. ആ ഇൻഡെൻചേർഡ് ലേബർ. അതിൽ ഇന്റൻജേർഡ് ലേബർ ആണ്. അതെ. അതില് മറ്റേ അവിടെ ഈ മറ്റേ റെയിൽവേ കൺസ്ട്രക്ഷൻ നടക്കുകയാണ്. അപ്പോ അവിടെ ഫുൾ അടിയാണ്. അപ്പൊ ഇയാള് വാൽ കിൽമർ വരുമ്പോ ചോദിക്കുക എന്താണ് പ്രശ്നം എന്ന് പറയും വെൽ ദ വർക്കേഴ്സ് ആർ ഹിന്ദുസ് ആൻഡ് മുസ്ലിംസ്. ദ ഹിന്ദുസ് വർഷിപ്പ് ദ കൗസ് ആൻഡ് മുസ്ലിംസ് ലൈക്ക് ടു ഈറ്റ് ദെയർ കൗസ്. ടൈലേഴ്സ് ഓൾഡസ്റ്റ് ടൈം. അതിലും ഓംപുരിയുടെ ഒരു ഡയലോഗ് ഉണ്ട്. ഈ വാൽ കിൽമർ എന്തോ പറയുമ്പോ ഓംപുരി പറയും, യു ആർ വൈറ്റ്, യു ക്യാൻ ഡു എനിത്തിങ്. അല്ല അതില് ആ പുല്ല് ഇളകുമ്പോ അതിന്റെ അകത്തുനിന്ന് ഈ സാധനം വരുന്ന സീൻ ഒരു നിവർത്തിയില്ല. 100 വായിച്ചപ്പോ എനിക്ക് അത് ആദ്യം Okay, so then I'll tell you the truth. This is the direct inspiration for that. ജിം കോബോട്ടിന്റെ ഒക്കെ പിന്നീട് ഞാൻ മേടിച്ചതാണ്. പിന്നെ ആഡ് ചെയ്തതാണ് ഇതിന് വേണ്ടിയിട്ട്. ആക്ച്വലി റിസർച്ചിന് വേണ്ടിയിട്ട് ഗോസ്റ്റ് ഓഫ് ദ ഡാർക്ക്നെസ് കണ്ട ശേഷം അത് മനസ്സിൽ നിന്ന് then I felt like I have to write a story like this because ആ ഹണ്ടിന്റെ ടെറർ Absolutely, അറിയണം. absolutely. Like ഞാനിത് Dubbed തമിഴിലാകട്ടെ version, അമ്മച്ചി തിരുമ്പി വന്നാൽ ആദ്യം കാണുന്നത് തമിഴില്ല. പണ്ട് കലൈ തെയ്യം ഡബിൾ വേർഷൻ കലൈജർ ടി വി എന്നൊരു ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇല്ലില്ല, ഗോസ്റ്റ് ഓഫ് ദ ഡാർക്ക്നെസ് തന്നെയായിരുന്നു. പക്ഷെ അത് കലൈജർ ടി വി എന്ന് പറഞ്ഞ ചാനൽ സ്റ്റാർട്ട് ചെയ്തതിന് മുമ്പ് ടെസ്റ്റ് ട്രാൻസ്മിഷൻ ഉണ്ടായിരുന്നു. അപ്പൊ ഒരു ദിവസം മുഴുവൻ ഈ പടമായിരിക്കും. അതായത് ഈ സിനിമ തന്നെ ഞാൻ എന്നും കാണാം. എനിക്ക് അത് വെച്ച് കഴിഞ്ഞാൽ അത് മാത്രമേ ഉള്ളൂ. പക്ഷെ ഇറ്റ് വാസ് വർത്ത് ഇറ്റ്. പിന്നെ കാണാൻ തോന്നി. ഞാൻ എന്നിട്ട് പിന്നെ അതിന് ഇംഗ്ലീഷ് വേർഷൻ കണ്ടു. അതായത് ആ കുറച്ച് വയലൻസ് ഒക്കെ കട്ട് ചെയ്യുന്ന സീനൊക്കെ മാറ്റിയിട്ട് സ്ക്രിപ്റ്റ്. അതിനകത്ത് അവരാ ഗുഹയെ ചെന്ന് ഇവര് ലൈൻസ് ട്രാക്ക് ചെയ്ത ഗുഹയെ കയറുമല്ലോ. നോക്കുമ്പോ ലൈൻസ് ഡോണ്ട് ഡു ദിസ്. കാരണം ഹണ്ട് ചെയ്യുന്ന മൃഗങ്ങൾ ഇവര് ഭക്ഷിക്കുന്ന പോലും ഇല്ല. ചുമ്മാ ടീത്ത് മാർക്സ് ഒന്നും ഇല്ല. കില്ലിങ് ഫോർ ഫൺ ബ്രദേഴ്സ് ആണല്ലോ രണ്ട് മെയിൽ ലൈൻസ് ഒരുമിച്ച് ഹണ്ട് ചെയ്യുന്നത്. അതാണ് ഗോസ്റ്റും ഡാർക്ക്നെസ്സും. ഹണ്ട് ചെയ്യുന്നത്. There is a poetic justice in this. മനുഷ്യൻ ഹണ്ട് ചെയ്യുന്നത് രസത്തിനല്ലേ, അപ്പൊ തിരിച്ചും ആവാം. അല്ല പക്ഷെ അതില് ഒരു ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ഇതുണ്ട് കേട്ടോ. ഈ ആഫ്രിക്കയിൽ പോയിട്ട് ഹണ്ട് ചെയ്യുന്നവരെ ആളുകൾ ഒരുപാട് ഓസ്ട്രസൈസ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ ആഫ്രിക്കയിൽ ഹണ്ടിങ് ഉള്ളത് കൊണ്ടാണ് പോച്ചിങ് ഇല്ലാത്തത്. ഹണ്ടിങ്ങിന് ഇവർ കാശ് കൊടുക്കുമ്പോൾ ആ കാശ് ഇവർ ആൻറ്റി പോച്ചിങ് എഫേർട്സിന് വേണ്ടി ഉപയോഗിക്കുകയാണ്. കാരണം ഹണ്ടിങ് ബിക്കംസ് എ സോഴ്സ് ഓഫ് ലൈവ്ലിഹുഡ് ഫോർ പീപ്പിൾ. അപ്പോൾ ആസ് ഇൻ ഈ ഓർഗനൈസ്ഡ് ഹണ്ടിങ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട്
ഇവര് ആക്ച്വലി ഏതോ കുറച്ച് സ്റ്റാറ്റിസ്റ്റിക്സ് ഒക്കെ കണ്ടായിരുന്നു. എന്ന് പറഞ്ഞാൽ ചില സ്ഥലങ്ങളിൽ ഹണ്ടിങ് തുടങ്ങിയതിന് മുമ്പും അതിന് ശേഷമുള്ള വൈൽഡ് ലൈഫിൻ്റെ ഇത് ഈ ഹണ്ടിങ് കൺട്രോൾഡ് ആണ്. അതിൽ ഇത്രയും മാത്രമേ കൊല്ലാവൂ ഒരു കൊല്ലം എന്നുണ്ട്. അതിന് ആളുകൾ ലേലം വിളിച്ചൊക്കെയാണ് പോകുന്നത്. ബട്ട് അറ്റ് ദി എൻഡ് ഓഫ് ദ ഡേ ആ കാശ് തിരിച്ച് ആ എക്കോണമിയിലോട്ട് ഫ്ലോ ചെയ്യുന്നത് കൊണ്ടും കൺസർവേഷൻ എഫേർട്സിലോട്ട് ഫ്ലോ ചെയ്യുന്നത് കൊണ്ടും അത് വളരെ അത് ആക്ച്വലി ഇറ്റ്സ് എ നെസസറി ഈവിൾ എന്നാണ് ഒരുപാട് പേര് പറയുന്നത്. ഇത് മോഡേൺ ഹണ്ടിങ്, കൺട്രോൾഡ് ഹണ്ടിങ് തീർച്ചയായിട്ടും ആണ്. ഞാൻ അത് പൂർണ്ണമായിട്ട് യോജിക്കുന്നു. കാരണം അത് കൺസർവേഷന് നല്ലൊരു വരുമാന മാർഗമാണ്. പിന്നെ ഈ കൊല്ലാൻ അവർ മാർക്ക് ചെയ്യുന്ന മൃഗങ്ങളൊക്കെ ഓൾമോസ്റ്റ് ഡൈയിങ് അല്ലെങ്കിൽ സിക്ക് ആയിട്ടുള്ള അനിമൽസ്, അങ്ങനെയുള്ള മാർക്ക് ചെയ്ത ജീവികളെയൊക്കെയാണ് കൊല്ലുന്നത്. ഐ ഡോണ്ട് നോ, എനിക്കത് ഒട്ടും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല. ബിക്കോസ് ആ, ആ, ശരിക്കും ഡൈയിങ് ആണെങ്കിൽ മനുഷ്യരെ നമ്മൾ ഹണ്ട് ചെയ്യും. എന്തായാലും ഇയാൾക്ക് വലിയ എങ്ങനെ ആയുസൊന്നുമില്ല, അയാളെ ഹണ്ട് യു ഡോണ്ട് സേ ദാറ്റ്. ഐ തിങ്ക് എനിക്കതെന്തോ ഹണ്ടിങ് ആസ് എ സ്പോർട്ട്. ഇറ്റ്സ് എ നെസസറി ഈവൾ. I mean, if you're looking at hunting because it's being a pest, all right. പക്ഷെ അല്ലാണ്ട് I don't know, എനിക്കത് അല്ല ഒട്ടും ഇത് പോച്ചിങ് അവര് ഈ ഹണ്ടിങ് കൊണ്ടുവന്നത് തന്നെ പോച്ചിങ് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇല്ലെങ്കിൽ ആയിരക്കണക്കിനാണ് ഇത് കളിച്ചാവുന്നത്. വോക്ക് പോച്ചിങ് ആണ് ഹണ്ടിങ്, അത്രേ ഉള്ളൂ. ഇതിന് വേറൊരു പേര്, നമ്മൾ ഈ സ്ലേവറി, ഇന്റൻഷൻ ലേബർ എന്ന് പറയുന്ന പോലെ തന്നെ പോച്ച് ചെയ്യുന്നു, ഹണ്ട് ചെയ്യുന്നു. പോച്ച് ചെയ്യുന്ന എന്താണ്, നമ്മൾ ഹണ്ട് ചെയ്യുന്നു ലീഗലി. അല്ല പക്ഷെ നമ്മൾ പോച്ച് ചെയ്യുമ്പോൾ നമ്മൾ പോച്ചേഴ്സ് ഒരു എക്കണോമിക് ബെനിഫിറ്റിന് വേണ്ടിയാണ് നോക്കുന്നത്. ലൈക്ക് ഐവറി എടുക്കുകയും ഹൈഡ് എടുക്കുകയൊക്കെ ചെയ്യാം. ഹണ്ടേഴ്സിന് വരുന്നത് അവർ പൈസ കളയാനായിട്ടാണ്, അവർക്കൊരു എക്സ്പീരിയൻസിന് വേണ്ടിയിട്ടാണ്. അവർക്ക് ഐവറിയോ മീറ്റോ ഒന്നും എടുക്കാൻ അവകാശമില്ല. മീറ്റിന് കുക്ക് ചെയ്യുന്നൊന്നും അറിയില്ല, ഐവറിന് കൊണ്ടുപോകാൻ. അപ്പം ഇറ്റ്സ് എ വെരി മിനിസ്ക്യൂൾ കൊന്നിട്ട് ആ ക്രോസ് ബോയോ തോക്കോ പിടിച്ച് അതിന്റെ ഫോട്ടോ സൈഡിൽ നിന്ന് എടുക്കുക. ഫോട്ടോ എടുക്കുക, കഴിഞ്ഞ അത്രേ പറ്റുള്ളൂ. അതുകൊണ്ട് ബേസിക്കലി ഒരു കരിമ്പുലി എന്ന് പറഞ്ഞിട്ടൊരു കഥ. അതില് ഒരു ആള് റിട്ടയർ ചെയ്യാൻ പോവാണ്. ഇതിന്ന് എന്താ പറയാ, ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് റിട്ടയർ ചെയ്യാൻ പോകുമ്പോൾ അയാളുടെ ലാസ്റ്റ് യാത്ര ഈ കരിമ്പുലിയെ കാട്ടിലേക്ക് ഇറക്കി വിടാൻ വേണ്ടി പോവാണ്. പറഞ്ഞ സ്പോയിലർ ആണ്. അതൊരു നല്ല കഥയാണ്. അതില് ബേസിക്കലി ഇവർ ഈ കരിമ്പുലിയെ അവരുടെ കൂടെ രണ്ട് ഫോറസ്റ്റ് എന്നുള്ള ആ കാടുമായിട്ട് ബന്ധമുള്ള രണ്ട് ആൾക്കാർ ഇവരെ കൂടെ വരുന്നുണ്ട്. വാച്ചേഴ്സ് അങ്ങനെ ഒരു പൊസിഷൻ ഉണ്ടല്ലോ, അതായത് ഇവരെ ഹെൽപ്പ് ചെയ്യാനൊക്കെ ആയിട്ട്. വേണമെങ്കിൽ ഞാൻ കഥ പറയാം, കേൾക്കണ്ടാത്തവർ സ്കിപ്പ് ചെയ്യാം അടുത്ത 2 minutes. ഇവര് പോകുമ്പം ഇങ്ങോട്ട് റിട്ടയർ ചെയ്യാണ്. അത് ഇതാണോ, കഥ കേൾക്കാതിരിക്കാൻ വേണ്ടി ചെവിയിൽ വെച്ചതാണോ? സോറി, പറഞ്ഞോളൂ. അവര് പോകുമ്പം ഈ കരിമ്പുലിയെ കാട്ട് കൊണ്ട് വിടാനാണ് പോകുന്നത്. അപ്പൊ ഇയാളുടെ രണ്ട് അസിസ്റ്റൻസ് പറയും, സാറിന്ന് റിട്ടയർമെന്റ് പാർട്ടി അല്ലേ, സാർ കരിമ്പുലിയുടെ മീറ്റ് കഴിച്ചിട്ടുണ്ടോന്ന് ചോദിക്കും. എൻഡേഞ്ചേർഡ് സ്പീഷിയാണ്. അയാൾ പറയും യാതൊന്നും വേണ്ടാന്ന് പറയും. പക്ഷെ സാർ അവിടെ തിരിഞ്ഞു ചെന്നാൽ മതി എന്ന് പറയും. എന്നിട്ട് ഇവര് കൊന്ന് ഇതിനെ കറി വെക്കും. എന്നിട്ട് അപ്പൊ അയാൾ പറയും ഇത് പിടിച്ചാ കേസാവും എന്ന് പറയും. അപ്പൊ പറയും കൊന്നാ പാവം തിന്നാ പോവും, നമ്മൾ എല്ലാരും കഴിക്കും. ആരെങ്കിലും പറഞ്ഞ എല്ലാരും പെടുമല്ലോ. പക്ഷെ ഈ വാച്ചറെ കൊല്ലാൻ ഹെൽപ്പ് ചെയ്ത അയാൾ പറയും ഞാൻ തിന്നില്ല സാറേ എന്ന് പറയും. എന്നിട്ട് പിന്നെ ടേൺസ് മറ്റേ ആ സിനിമമാരെയാ, എന്താണ് മോഹൻലാലിന്റെ തുടരും മാരെയാണ്. പിന്നെ അങ്ങോട്ട് ഇയാളെ നിർബന്ധിച്ച് കഴിപ്പിക്കും അവര്, ഈ വാച്ചറിന്. അയാള് ഈ ബ്രൂട്ടൽ ആയിട്ട് തന്നെ ഇയാളുടെ വായിൽ കഴിപ്പിക്കുകയാണ് നിർബന്ധിച്ച്. തിരിച്ചു വരുമ്പം ആ കരിമ്പുലിയുടെ കൂട്ടിന്റെ അകത്തിട്ടിട്ടാണ് അയാളെ കൊണ്ടുവരുന്നത്. ഇറ്റ്സ് വെരി ബ്രൂട്ടൽ. അയാൾ പറയും അത് കഴിഞ്ഞിട്ട് ചെറിയൊരു റൂമർ വരും, ആരോ എന്തോ ആ കാട്ടിലെ മരത്തിന്റെ അടിയിൽ കുഴിച്ചിട്ടിട്ടുണ്ട്, പ്ലാസ്റ്റിക് ആണ്, മാംസാണ് എന്നൊരു റൂമർ വരും. പക്ഷെ അത് പുറത്ത് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ മറ്റേ ജോർജ് സാറിന് സംഭവിക്കുന്ന മാതിരി ഇയാൾക്കും സംഭവിക്കും. റിട്ടയർ ചെയ്യാൻ വെരി സിമിലർ ഇതാണ്. പക്ഷെ ഇറ്റ്സ് എൻ എക്സ്ട്രീംലി എന്താ പറയാ, വായിച്ചു കഴിയുമ്പോൾ നമുക്ക് ഈ ഫോറസ്റ്റ് ഇതിലെ ആൾക്കാര് ഇതിങ്ങനെ മിസ്യൂസ് ചെയ്യുമ്പോൾ ഉണ്ടാവുന്നൊരു, നമുക്ക് ഒന്ന് കരിമ്പുലി കൊല്ലേണ്ട ഒരു കാര്യമില്ല, അതിന്റെ മീറ്റ് കഴിക്കേണ്ട ഒരു കാര്യമില്ല. ലോകത്ത് കിട്ടാത്ത പല പല മീറ്റും ഉണ്ടല്ലോ. ഇറ്റ്സ് എ വെരി ഡിസ്റ്റർബിങ് അക്കൗണ്ട് ഓൺ ഹണ്ടിങ്. പോച്ച് വെൻ എന്താ പറയാ, പ്രൊട്ടക്ടേഴ്സ് ബിക്കം ഹണ്ടേഴ്സ് എന്നുള്ളൊരു സിറ്റുവേഷന്റെ ഒരു കഥയാണത്, കരിമ്പുലി. അപ്പൊ അത് വായിച്ചതോടെ എനിക്കിങ്ങനെ ഭയങ്കര ഒരു ബുദ്ധിമുട്ടായിരുന്നു അത് കഴിഞ്ഞപ്പോ.
വായിച്ചു നോക്കണം. ഇൻഡിഗോവിന്റെ വൺ ഓഫ് ദ ബെറ്റർ വർക്ക്സ് ആണ്. മറ്റേ ആ മാഡലൻ മദ്രാസ് കഴിഞ്ഞിട്ട് ആ waiting ആയിരുന്നു. ബുക്കിനകത്തുള്ള അല്ലെ, പിങ്ക് റോറോ പോലീസ് പോലീസ് മറ്റേ ആ റോറോ എക്സ്പ്രസ് ഒക്കെ ഉള്ള ഒരു ബുക്കിനകത്ത്. ഞാനത് റോറോ എക്സ്പ്രസ് മാത്രം അത് വേറെ അതൊന്ന് ഇതായിട്ട് വായിച്ചു വായിച്ചിട്ടുണ്ട്, നോക്കണം. അല്ലാതെ നല്ല നല്ല ബാക്കിയൊക്കെ കഥയാണ്. എനിക്ക് ചെന്നായാലും അതിനകത്തുള്ള ആന്റഗണിസ്റ്റ് ഹണ്ടിങ്ങിനെ കുറിച്ച് കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട്. ആ അത് പുള്ളി പറയുന്നുണ്ട്. ഇത് മറ്റേ അയാൾ അതിനെ പറ്റി പിടിക്കാൻ നടക്കുന്ന അതെ, ഒരാളായിരുന്നല്ലോ, ഹണ്ടർ പുള്ളി ആയിരുന്നു. പുള്ളി ഹണ്ടർ ആയിരുന്നല്ലോ. അത് നല്ലോണം അത് പുള്ളി എഫക്റ്റീവായിട്ട്, അത് സിനിമയെക്കാട്ടി നല്ലോണം ആ എഴുത്തിലാണ് അത് എഫക്റ്റീവ് ആയത്. സിനിമയിൽ മറ്റേ Correct. നിഷാദോ അങ്ങനെ ഒരു ആക്ടറായിരുന്നു അത് ചെയ്തത്. ആ ക്യാരക്ടർ ഇർഷാദ് ഇർഷാദ്. ഇർഷാദ്. ഇർഷാദ് അയാൾ എനിക്ക് ഇഷ്ടമല്ല. മറ്റേ പാടമൊന്ന് വിലാപം കണ്ടു കഴിഞ്ഞ പിന്നെ അന്നോട്ടുള്ള ദേഷ്യം എനിക്ക് അങ്ങനെ പുള്ളിക്കാരൻ Yes. എല്ലാം നെഗറ്റീവ് റോൾസ് ആയി തന്നെ. അതെ അതെ അതെ. അടുത്ത ബുക്ക്. ആ, അടുത്ത ബുക്ക് ഉണ്ട്. അനൂപ് പിടിച്ചോ. ഓക്കെ, ഞാൻ ജസ്റ്റ് ചെറിയൊരു സംഭവം പറഞ്ഞേക്കാം. ഇത് MGS നാരായണൻ എഴുതിയ ബുക്കാണ്. കേരള ചരിത്രത്തിന്റെ 10 കള്ളക്കഥകൾ. MGS നാരായണൻ എല്ലാവർക്കും അറിയാവുന്ന അറിഞ്ഞില്ല, കഴിഞ്ഞ വർഷമാണ് പുള്ളി മരിച്ചത്. കേരളത്തിലൊരു ഫേമസ് ഹിസ്റ്റോറിയനാണ്, ഉള്ളത് പോലെ പറയുന്നത്. അപ്പം ഇതിന്റെ ഒരു ജസ്റ്റ് പറയാം. ലൈക്ക് നമ്മുടെ ഈ കേരളത്തിന്റെ ഐതിഹ്യം എന്ന് പറയുന്ന, നമ്മൾ ചരിത്രം എന്ന് വിശ്വസിക്കുന്ന കുറെ കാര്യങ്ങൾ ശരിക്കും പറഞ്ഞാൽ അതൊന്നും ചരിത്രമല്ല. കുറെ കെട്ടുകഥകളാണ്. കെട്ടുകഥ എന്ന് പറയുന്നത് ഒരു ലൈക്ക് മേ ബി ഒരു ഹിസ്റ്റോറിക്കൽ ബേസിസ് ഉണ്ടാവും. പക്ഷെ നമ്മൾ കാലങ്ങളായിട്ട് കേട്ട് അങ്ങനെ വിശ്വസിച്ച് കൊണ്ടുവരുന്നതാണ്. അപ്പൊ ഒന്ന് ഇപ്പൊ ഓർമ്മ കിട്ടുന്നില്ല പല കഥകളും, പക്ഷെ ചില കഥകളൊക്കെ ഉണ്ട്. ലൈക്ക് ഗാമ കാപ്പാട് ഇറങ്ങിയ കഥ. പുള്ളി കാപ്പാടിലല്ല ഇറങ്ങിയത്, മറ്റെവിടെയാണ്. അങ്ങനെയുണ്ട്. പിന്നെ ചിലതൊക്കെ കുറച്ച് കോൺട്രവേഴ്ഷ്യലാണ്. ഓരോ കമ്മ്യൂണിറ്റീസിന്റെ ഉത്ഭവത്തിനെ കുറിച്ചാണ്. ലൈക്ക് സെന്റ് തോമസ് ആണല്ലോ ക്രിസ്ത്യൻസിനെ കൊണ്ടുവരുന്നത്. ഡൗട്ടിംഗ് അതാണ് തോമസ്. നമ്മൾ കേട്ടറിഞ്ഞ ഡൗട്ടിംഗ് തോമസ് എന്ന് പറയുന്നത്. സെന്റ് തോമസ് അദ്ദേഹം ഇന്ത്യയില്, കേരളത്തിലും സൗത്ത് ഇന്ത്യയിൽ വന്നിട്ട് പോസ്റ്റലൈസ് ചെയ്യുന്നതാണ്, കൺവേർട്ട് ചെയ്യുന്നതാണ് ആൾക്കാർ ക്രിസ്ത്യാനിറ്റിയിലേക്ക്. അതാണ് നമ്മൾ അറിയുന്ന കഥ. പലപ്പോഴും എന്റെ ക്രിസ്ത്യൻ നസ്രാനി ഫ്രണ്ട്സ് ഒക്കെ പറയാറുണ്ട്, എന്റെ ഫാമിലി ഇങ്ങനെ നമ്പൂതിരി ഫാമിലി എന്നാണ്, സെന്റ് തോമസ് വന്നിട്ട് ഞങ്ങളെ മാമോദീസ മുക്കി മതം മാറ്റിയതാണെന്ന് പറയുന്നുണ്ട്. പക്ഷെ മാർഗം ഈ ഒരു കൂടിയല്ലോ അല്ലേ? മാർഗം കൂടിയത്. അപ്പൊ ഈ ഒരു സ്റ്റോറിക്ക് ഒരു പ്രശ്നമുണ്ട്. കാരണം എന്ന് വെച്ചാല് സെന്റ് തോമസ് കേരളത്തിൽ വന്നു എന്ന് പറയുന്ന ഡേറ്റ് AD 52 ആണ്. AD 52 നമ്പൂതിരിമാർ കേരളത്തിൽ ഇല്ലെന്നാണ് പൊതുവേ ഹിസ്റ്റോറിയൻസ് പറയുന്നത്. അവര് പിന്നീട് ഒരു AD 400 മുതൽ 800 വരെയുള്ള കാലഘട്ടത്തിലാണ് എന്ന് പറയുന്നു. വി ഡോണ്ട് നോ 100%, പക്ഷെ അതാണ് അക്സെപ്റ്റഡ് ഡേറ്റ്. അതേപോലെ വേറെ രസമായിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ കാത്തലിക് ചർച്ച് ഒരിക്കലും സംബന്ധിച്ചിട്ടില്ല സെന്റ് തോമസ് കേരളത്തിൽ വന്നു. സെന്റ് തോമസ് ഹിസ്റ്റോറിയൻസും അതാണ് അഗ്രി ചെയ്യുന്നത്. അവരുടെ അഭിപ്രായത്തിൽ സെന്റ് തോമസ് വന്നത് ഇന്നത്തെ പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ ഏരിയയിൽ എവിടെയാണ്, അവിടെ വന്നാണ് മതം മാറി. ഈ സെന്റ് തോമസ് ഇവിടെ വന്ന് മതം മാറ്റിയത് അതിന്റെ ചാൻസ് കുറവാണ്. മോസ്റ്റ് പ്രോബബ്ലി സെന്റ് തോമസ് വേറെ എവിടെയെങ്കിലും പോയി മതം മാറ്റിയ ആൾക്കാർ പിന്നീട് ആ സ്ഥലത്തു നിന്ന് കേരളത്തിലേക്ക് കുടിയേറി പാർത്തതാവും. അല്ലെങ്കിൽ വേറൊരു തോമസ് ഉണ്ട്, നാനായക്കാരൻ തോമസ് എന്ന് പറയുന്ന ഒരു മെർച്ചന്റ് ഉണ്ടായിരുന്നു. പുള്ളിയുടെ കൂടെ വന്ന സെറ്റിലേഴ്സ് ആയിരിക്കും. അങ്ങനെ അപ്പൊ ഇതൊക്കെ കുറച്ച് കോൺട്രവേഴ്ഷ്യൽ ആണ്. കാരണം ഒരിക്കലും നമ്മുടെ നാട്ടിലെ ക്രിസ്ത്യൻസ്, നസ്രാണി ക്രിസ്ത്യൻസ് ചിലപ്പോൾ അംഗീകരിച്ചു എന്ന് വരില്ല ഇതുപോലത്തെ. അപ്പൊ അങ്ങനെ ഒരു കളക്ഷൻ ഓഫ് സ്റ്റോറീസ് ഉണ്ട്. പിന്നെ ചിലതൊക്കെ നമ്മൾ ഈ നാട്ടുരാജാക്കന്മാര് ഫൈറ്റ് ചെയ്യുമ്പോൾ നമ്മളിപ്പോ റിവൈസ് ചെയ്തിട്ട് അവരെയൊക്കെ നമ്മൾ ഫ്രീഡം ഫൈറ്റേഴ്സ് ആണ്, ഇൻക്ലൂഡിങ് ടിപ്പു സുൽത്താനും പഴശ്ശിരാജയൊക്കെ. പക്ഷെ അവരുടെ സ്വന്തം കൊച്ചു രാജ്യങ്ങളൊക്കെ സുരക്ഷിതമാക്കാൻ വേണ്ടി ചെയ്യുന്നതാണ്. അപ്പം പുള്ളി ഒരെണ്ണം പിടിച്ചേക്കുന്ന കഥ ടിപ്പു സുൽത്താന്റെ കഥയാണ്. ആസ് യൂഷ്വൽ ടിപ്പു സുൽത്താൻ ബ്രിട്ടീഷുകാർക്കെതിരെ ഫൈറ്റ് ചെയ്തു, യെസ്. പക്ഷെ പുള്ളി വേറൊരു കൊളോണിയൽ പവറിന്റെ കൂടെ സപ്പോർട്ട് നേടിയിട്ടാണ്, ഫ്രഞ്ചുകാരുടെ സപ്പോർട്ടോട് കൂടിയിട്ടാണ് ബ്രിട്ടീഷുകാരെ ഫൈറ്റ് ചെയ്തത്. അൾട്ടിമേറ്റ്ലി പുള്ളി മൈസൂരിലൊക്കെ ഹിന്ദുക്കളോടൊക്കെ കുറച്ച് നല്ല രീതിയിൽ പെരുമാറിയിട്ടുണ്ടെങ്കിലും, അത് സ്വന്തം സബ്ജക്ട്സിനോട് നല്ല രീതിയിൽ പെരുമാറിയിട്ടുണ്ടെങ്കിലും
പുള്ളി ഈ മാംഗ്ലൂർ, കൂർഗ്, മലബാറിലേക്കൊക്കെ വരുമ്പം അവിടെ മൈനോറിറ്റീസിനെ കുറച്ച് ഭയങ്കര മോശമായിട്ടാണ് ട്രീറ്റ്. അതേപോലെ അപ്പൊ അങ്ങനത്തെ ചില പൊളിച്ചെഴുത്തുകളുണ്ട്. പിന്നെ ഇത് ഒരു കാർഷിക സമരത്തിന്റെ കഥ. ഇത് ഖിലാഫത്ത് ലഹള 1921 മലബാർ വിപ്ലവം എന്നൊക്കെ പറയുന്നത്. അതിപ്പോ നമ്മൾ ഫ്രീഡം ഫൈറ്റ് ആയിട്ടാണ് കാണിക്കുന്നത്. പക്ഷെ ആക്ച്വലി അത് ഒരുപാട് തലങ്ങളുണ്ട്. അത് കാർഷിക വിപ്ലവമാണ്, അതൊരു റിലീജിയസ് സംഭവമാണ്, അതൊരു ആന്റി ഇമ്പീരിയലിസ്റ്റ് സ്ട്രഗിൾ ആണ്. ഇത് എല്ലാം ഇതിന്റെയൊക്കെ ഒരു മിക്സ് ആണ് സംഭവം. ആസ് എ യൂഷ്വൽ പിന്നെ ഇതൊരു ഒരു തലവനില്ലാതെ ഉണ്ടായി വരുന്ന ചില വിപ്ലവങ്ങളുണ്ട്. അവസാനം ഇല്ലാതാവുമ്പോൾ കുറെ ഗ്യാങ് ആയിട്ട് മാറിയിട്ട് അവർക്ക് തോന്നുകയൊക്കെ ചെയ്യും. സോ ഇൻ ഷോർട്ട് ഇതൊരു ട്രാജഡി ആയിരുന്നു. ഇത് നമ്മൾ പറയുന്ന പോലെ ഒരു ഫ്രീഡം ഫൈറ്റ് ആയിട്ട് ഞാൻ കണക്കാക്കില്ല. ഇത് കണക്കാക്കാൻ പാടില്ലെന്നാണ് എന്റെ വിശ്വാസം. ഇപ്പം ഇത് ചിലരിത് കാർഷിക വിപ്ലവമായിട്ട് കണക്കാക്കുന്നുണ്ട്. ആര് ഇതിനാണ് ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ളത്, ഒരുപക്ഷെ അതിൽ നിന്ന് നിന്നായിരിക്കും ഇത് തുടങ്ങിയത്. പിന്നെ ചിലർ പറയുന്നത് റിലീജിയസ് ഫൈറ്റ് ആണ്. പക്ഷെ അത് റിലീജിയസ് ഫൈറ്റ് ആണെങ്കിൽ ഇതാ എന്താ വള്ളുവനാട് മാത്രമേ ഒതുങ്ങി നിന്നിട്ടുള്ളൂ. പൊന്നാനി ഇപ്പം ഒരു മുസ്ലിം ഒരു സ്ട്രോങ് ഏരിയ എന്ന് പറയുന്നത് പൊന്നാനിയാണ്. അവിടുന്ന് യാതൊരുവിധ സപ്പോർട്ടും വന്നിട്ടില്ല, അങ്ങോട്ടൊന്നും സ്പ്രെഡ് ആയിട്ട് വരും. അവർ പാടേത് തഴഞ്ഞു സംഭവം. അപ്പം അങ്ങനെ പല ആംഗിളുണ്ട്. അപ്പൊ ഇത് നമ്മൾ കറക്റ്റ് പറഞ്ഞത് കറക്റ്റ് ഒരു ബോക്സിൽ നമുക്ക് വെക്കാൻ പറ്റും. സോ അങ്ങനത്തെ ചില പൊളിച്ചെഴുത്തുകളുണ്ട്. അങ്ങനെ പല കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ടോപ്പിക്സ് ഉണ്ട്. അപ്പൊ ഈ സ്ട്രോങ്ലി റെക്കമെൻഡ് ചെയ്യുന്ന ഒരു സംഭവമാണ്. ഈ നമ്മള് വടക്ക് ഭാഗത്ത് നിന്നുള്ള ആൾക്കാരുണ്ടെങ്കിൽ ഒരു പഴയ അമ്മൂമ്മമാരൊക്കെ പറയും ഈ ടിപ്പുവിന്റെ പടയോട്ടക്കാലം എന്ന് പറഞ്ഞിട്ടൊരു എൻറ്റയർ ഇതുണ്ട്. നമ്മുടെ കൂടെ സരിത ഉണ്ടായിരുന്നില്ലേ, സരിക്ക് ഓർമ്മയില്ലേ, എന്റെ റൂംമേറ്റ്. Yep. പുള്ളിക്കാരത്തി വടക്കുന്നാണ്. അപ്പൊ പുള്ളിക്കാരത്തി തറവാട്ടില് ഇപ്പോഴും ആ ഫ്രണ്ട് ഡോറിൽ വാളുകൊണ്ട് വെട്ടിയ പാടുകളുണ്ട് അത്ര. ടിപ്പുവിന്റെ പടയോട്ടക്കാലത്ത് എന്നിട്ട് അവരെ സഹായിച്ചതൊക്കെ ഈ അടുത്ത് താമസിക്കുന്ന മുസ്ലിംസ് ഒക്കെയാണ്. അവിടെ നിന്ന് വീട്ടിൽ നിന്ന് ആൾക്കാരെ മാറ്റാനൊക്കെ സഹായിച്ചതും അവർക്കൊരു സ്പേസ് കൊടുത്തതും ഒക്കെ. കാരണം മുസ്ലിം വീടുകളിൽ ടിപ്പു ഒബ്വിയസ്ലി അറ്റാക്ക് ചെയ്തിട്ടില്ല. അവരെ ഹെൽപ്പ് ചെയ്തിരുന്നതൊക്കെ ആ നെയ്ബർഹുഡിലുള്ള മുസ്ലിം ഫാമിലീസ് ആയിരുന്നു. അപ്പൊ ടിപ്പു സുൽത്താൻ ചിലപ്പോ മൈസൂരും മറ്റേ ബ്രിട്ടീഷിനോട് കട്ടി ജയിച്ചു എന്നൊക്കെ പറയുമെങ്കിലും നമുക്ക് വി ഹാവ് എ ഹിസ്റ്ററി, an alternate history where ടിപ്പു വാസ് ദ വില്ലൻ. അത് എത്ര നമ്മൾ അല്ല എന്ന് പറഞ്ഞാലും അങ്ങനത്തെ ഓൾട്ടർനേറ്റ് ഹിസ്റ്ററീസ് ഉണ്ട്. അതും കൂടെ രണ്ടും കൂടെ കൂട്ടി വായിക്കുകയാണ് എപ്പോഴും നല്ലത്. അപ്പൊ ആൾക്കാരെ ബിഫോർ യു പുട്ട് പീപ്പിൾ ഓൺ എ പെഡസ്റ്റൽ യു നീഡ് ടു നോ ദിസ് ഈ ഓൾട്ടർനേറ്റ് ഹിസ്റ്ററി. നമ്മുടെ ഈ ഹിസ്റ്ററി റീഡിങ്ങിലുള്ള ഏറ്റവും വലിയ പ്രശ്നം ഇതാണ്. നമ്മൾ ആൾക്കാരെ പോയി ഒരു പെഡസ്റ്റൽ വെക്കും. നമ്മള് പലപ്പോഴും ഇന്നത്തെ എത്തിക്സും നോംസും ഒക്കെ വെച്ചിട്ട് നമ്മൾ അവരെ ജഡ്ജ് ചെയ്യും. അത് ചെയ്യാൻ പാടില്ല. അത് ദോസ് പീപ്പിൾ ആർ എ പ്രൊഡക്റ്റ് ഓഫ് ദെയർ എൻവയൺമെന്റ്. അപ്പൊ നമ്മൾ എപ്പോഴും ആ ഒരു രീതിയിലേ കാണാവുള്ളൂ. നമ്മൾ ഇൻക്ലൂഡിങ് ഇപ്പൊ എല്ലാ ഗാന്ധി ആയാലും, ഗാന്ധിജിയെ കുറിച്ച് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു വ്യക്തിയാണ് ഗാന്ധി. പക്ഷെ ദർ ആർ ലോട്ട് ഓഫ് പ്രോബ്ലംസ് വിത്ത്. ഒരിക്കലും ഇന്നത്തെ കാലത്തായിരുന്നെങ്കിൽ പുള്ളി നല്ലൊരു വിവാദ പുരുഷനായിരുന്നു. നമ്മൾ ഔട്ട്. ബട്ട് വി ഹാവ് ടു ജഡ്ജ് ദോസ് പീപ്പിൾ അക്കോർഡിംഗ് ടു ദോസ് ടൈംസ്. പക്ഷെ ഇൻസ്റ്റെഡ് നമുക്കിപ്പം കാണുന്നത് ഒരാളെ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അയാൾ ഹീറോ ആണ്. അങ്ങനെ എനി ക്രിറ്റിസിസം എനി ഫർദർ സ്റ്റഡീസ് ഓൺ ദാറ്റ് ഈസ് ജെനുവൻലി വാക്ക് കിട്ടുന്നില്ല. അങ്ങ് പുഷ് ഇറ്റ് അവേ. നമുക്ക് കൂടുതലൊന്നും അവനെ പറയാൻ പറ്റില്ല. നമുക്ക് ഒരു വിവാദമാവും. ആൻഡ് ദിസ് ഹാപ്പൻസ് ഇൻ ബോത്ത് ലെഫ്റ്റ് വിങ് ആയാലും റൈറ്റ് വിങ് ആയാലും. ബോത്ത് വേസ് ഇറ്റ് ഹാപ്പൻസ്. ഈ ഖിലാഫത്ത് മൂവ്മെന്റിന്റെ ഒരു നമ്മുടെ ഐവറി ത്രോണിൽ അതിനൊരു മെൻഷൻ ഉണ്ട്. നമ്മുടെ നാട്ടില് അന്നത്തെ മറ്റേ സേതുലക്ഷ്മി ബായി ക്വീനിന് ഒരു എഴുത്ത് എഴുതിയിരുന്നു. ഇവിടെ ഇങ്ങനെ നടക്കുന്നുണ്ട്, ഇതില് ഏറ്റവും കൂടുതൽ എഫക്റ്റഡ് ആവുന്നത് വിമൻ ആൻഡ് ചിൽഡ്രൻ ആണ് എന്ന് പറഞ്ഞിട്ട് ഒരു ലെറ്റർ എഴുതിയ ഒരു കഥയുണ്ട്. അന്ന് അതിന്റെ ഒരു ചെറിയൊരു എക്സെപ്റ്റ് അതിലുണ്ട്. ലൈക്ക് സോ ഈവൻ ദോ ഇറ്റ് വാസ് ഹാപ്പനിങ് ഇൻ മലബാറിൽ നടന്നാലും ട്രാവൻകൂർ മഹാറാണി എഴുതിയിട്ടുണ്ട് ഇങ്ങനൊരു സംഭവം ഉണ്ട്, ഇതിന് ഹെൽപ്പ് വേണം, ഇതിനെ ഒന്ന്
പിടിച്ചു നിർത്തണം, യു നീഡ് ബ്രിട്ടീഷ് ഫോഴ്സസ് ടു ഇതെന്നുള്ളത്. അങ്ങനെ ഒരു അക്കൗണ്ട് ഉണ്ട് അതിൽ. ഇതൊക്കെ ഇതിന്റെ ഭാഗമാണ്. പക്ഷെ എനിക്ക് ഈ 1921 സിനിമ കുറച്ച് ഭാഗങ്ങളെ തന്നെ കണ്ടിട്ടുള്ളൂ. എനിക്ക് ഭയങ്കര ഡിസ്റ്റർബിങ് ആയി തോന്നിയിരുന്നത് അന്നും. അതിലൊക്കെ ഇതൊരു ഫ്രീഡം മൂവ്മെന്റ് ആണെന്നും അഗേൻസ്റ്റ് ഈ പറഞ്ഞ പോലെ കർഷക സമരം ആണെന്നും അഗേൻസ്റ്റ് ബ്രിട്ടീഷ് ആയിട്ട് നമ്മൾ സ്കൂളിൽ ബുക്സിലും NCERT ബുക്കിലും പഠിക്കുന്നതാണ്. മാപ്പിള ലഹള ഓഫ് 1921 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് നമ്മൾ പഠിക്കുന്നത്. അതിന്റെ പിന്നിലുണ്ടായ കമ്മ്യൂണൽ ഫേസ് കുറച്ചൊന്ന് ബ്രഷ് അവേ ചെയ്യുന്നുണ്ട് നമ്മൾ. ബിക്കോസ് അത് വീണ്ടും പറഞ്ഞിട്ട് ആർക്കും ബെനിഫിറ്റ് ഒന്നും ഉണ്ടാകാൻ പോകുന്നില്ല. പക്ഷെ അത് ഒരു ഫ്രീഡം ഫൈറ്റ് മാത്രമായിരുന്നില്ല, അതിന്റെ ഇടയ്ക്ക് കൂടെ ചിലർ കളിച്ചിട്ടുണ്ട് എന്നുള്ളത്. ഒരു ലീഡർ ഉണ്ടായിരുന്നു അതിന്റെ. വാര്യംകുന്നത്താണോ? വാര്യംകുന്നത്ത് ആ അഹമ്മദ് ഹാജി. ഹാജി. You can, no problem. തൃപ്പൂണിത്തുറ മെട്രോ വന്നപ്പം അവിടെ ഇദ്ദേഹത്തിന്റെ സീൻ എറണാകുളം മെട്രോന്റെ എല്ലാ സ്റ്റേഷനിലും നമ്മുടെ ഹിസ്റ്ററി ആയിട്ട് ബന്ധിപ്പിക്കുന്ന കാര്യങ്ങളുടെ പിക്ചേഴ്സ് ഉണ്ട്. തൃപ്പൂണിത്തുറ ഇതില് വാര്യംകുന്നൻ ഹാജിയുടെ ഇത് ഒക്കെ ഒരു പ്രപ്പോസൽ ഉണ്ടായിരുന്നു. ഉണ്ടോന്ന് എനിക്ക് അറിയില്ല. അത് ഇറ്റ് വാസ് ആക്റ്റീവ്ലി ഭയങ്കരമായിട്ട് അതിനെതിരെ ഒരു തൃപ്പൂണിത്തുറക്കാരാണോന്ന് എനിക്ക് അറിയില്ല. പക്ഷെ I wouldn't say everybody. പക്ഷെ there was an active, you shouldn't be doing this because ഇയാൾക്ക് ഇങ്ങനെ ഒരു alternate history ഉണ്ട് and he's probably not the right person. എത്രയോ ആൾക്കാരുണ്ട്. Why you എന്നൊരു പുള്ളി ഇതുണ്ടായിരുന്നു. അത് ഉണ്ട്. എനിക്ക് നല്ലത് എനിക്കത് കിട്ടും. ഇല്ല ഇല്ല അല്ല, അതിന്റെ അയാളെ വാര്യംകുന്നത്ത് അഹമ്മദ് ഹാജിയെ പറ്റിയുള്ള മൂവി വരും എന്ന് പറഞ്ഞു. അതിനെതിരെ ഭയങ്കര പ്രശ്നങ്ങൾ ഉണ്ടാവുന്നുണ്ട്. അത് പ്രൊപ്പഗാൻഡ മൂവി ആയിട്ട് വരാൻ ചാൻസ് ഉണ്ട്, മിക്കവാറായിരിക്കും. ഇപ്പൊ റീഡേഴ്സ് ഗ്രൂപ്പുകളൊക്കെ എടുത്ത് നോക്കി കഴിഞ്ഞാൽ പുള്ളിയെ പറ്റി എഴുതിയ ഒരുപാട് മാപ്പിള ചരിത്രം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പുസ്തകങ്ങളുണ്ട്. ചിലർ മെൻഷൻ ചെയ്യുന്നുണ്ട്. അപ്പൊ അതിന് വരുന്ന കമന്റുകൾ വായിച്ചാൽ മതി നമുക്ക് ഇതിന്റെ ഒപ്പീനിയൻസ്, പോളറൈസേഷൻ നമുക്ക് ശരിക്കും മനസ്സിലാവും. ഇപ്പം വാര്യംകുന്നത്തിനെ കുറിച്ച് നമുക്ക് അറിയാവുന്ന ചരിത്ര രേഖകളിൽ പുള്ളിയോട് ഇതിങ്ങനെ ഒരുപാട് ഫ്രീഡം ഫൈറ്റേഴ്സ് കത്തെഴുതി ചോദിച്ചിട്ടുണ്ട്. ഇങ്ങനെ നിങ്ങളുടെ ജൂറിസ്ഡിക്ഷനുള്ള ആൾക്കാരെ, ഹിന്ദുക്കളെ ആൾക്കാരെ ആക്രമിക്കുന്നുണ്ട്, അതിനെക്കുറിച്ച് എന്താ അഭിപ്രായം എന്ന് പറയുമ്പോൾ പുള്ളി അത് നിഷേധിക്കുകയാണ് ചെയ്തത്. പുള്ളി അത് അന്നത്തെ ഹിന്ദുവിലോട്ടോ മറ്റേതോ ന്യൂസ് പേപ്പറിലോട്ടോ പുള്ളി കത്തെഴുതി, ഇങ്ങനെ ഒരു സംഭവം നടക്കുന്നില്ല എന്ന് പറഞ്ഞ് കത്തെഴുതുന്നത്. ഒരു പക്ഷേ മേ ബി ഹി ഈസ് നോട്ട് ഇൻവോൾവ് ഇൻ ഇറ്റ്, അല്ലെങ്കിൽ ഹി കാൻ കൺട്രോൾ ദ ക്രൗഡ്. നമുക്ക് ഇത്രയാണ് നമുക്ക് ആക്ച്വലി നമുക്ക് അറിയാം. വി ഡോണ്ട് നോ ഇഫ് ഹി ഈസ് എൻ ഔട്ട്റൈറ്റ് വില്ലൻ ഓർ എ ഔട്ട്റൈറ്റ് ഹീറോ. വി ഡോണ്ട് നോ ഹി ഈസ് ഡൂയിങ് ഡാമേജ് കൺട്രോൾ ഓർ ഹി ഈസ് ട്രൈങ് ടു ഹൈഡ് സ്റ്റഫ്. എനിവേ, അന്നത്തെ ഒരു സിറ്റുവേഷനിൽ ചിലപ്പോൾ പലർക്കും അതൊക്കെ ചെയ്യാൻ പറ്റത്തുള്ളായിരിക്കും. But it goes without saying, this has happened. A lot of violence against women and children has happened. A lot of violence against men have also happened. This is a problem of the human condition. If a group has absolute control, right, over another group, ഇത് അവർ വെട്ടിപ്പിടിക്കുക മാത്രമല്ല, they have to retain control over a region. അപ്പോൾ ഒരു പാരനോയ മോഡിൽ പോകും. And this obviously happens. Any kind of extraordinary accomplishment requires ruthlessness എന്ന് പറയില്ലേ? എന്ന് വെച്ചാൽ റിക്വയർസ് എന്ന് പറയുന്നത് ജസ്റ്റിഫൈങ് എന്നുള്ള രീതിയിലല്ല, ബട്ട് ഇറ്റ് വുഡ് ഹാവ് ഇൻവോൾവ്ഡ് റൂത്ത്ലെസ്നെസ്. അപ്പോൾ പിന്നെ ഇത് മലബാറിന്റെ സൈക്കിള് മാത്രമല്ല, ട്രാവൻകൂർ തെക്കൻ കേരളത്തിലും ഒരുപാട് അഭയാർത്ഥികൾ വന്ന് ഇടയാക്കിയ ഒരു സംഭവങ്ങളാണ് 1921 വിപ്ലവം. ഇപ്പം ഇതിനെക്കുറിച്ച് ശരിക്കും ഹിസ്റ്റോറിക്കൽ പെർസ്പെക്റ്റീവ് എന്ന് പഠിക്കണമെന്നുണ്ടെങ്കിൽ, വിവാദങ്ങളൊക്കെ മാറ്റിവെച്ച് പഠിക്കണമെന്നുണ്ടെങ്കിൽ ഒരുപാട് പേപ്പേഴ്സ് ഉണ്ട്. ഇത് കുറച്ച് കോൺട്രവേഴ്ഷ്യലാണ്, എന്നാലും ഞാൻ പറയാം. ഈ മലബാറിൽ മാത്രം കാണുന്ന ഒരു പ്രതിഭാസം ഉണ്ടായിരുന്നു, ഹാലിളകുക എന്ന് പറഞ്ഞ സംഭവം. ഈ മലബാർ വിപ്ലവത്തിന് മുന്നേ 1920s മുന്നേ തന്നെ എവറി 10 years or so ചില ആൾക്കാർ, യൂഷ്വലി ഇതൊരു പാവപ്പെട്ട മുസ്ലിം ആയിരിക്കും, വിദ്യാഭ്യാസം ഉണ്ടാവില്ല, പുള്ളിക്ക് മതം അറിയാവുന്ന ഏതെങ്കിലും മൊല്ലാക്ക പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരിക്കും. ഹി ഗോസ് ഓൺ എ കില്ലിംഗ് സ്പ്രീ. യൂഷ്വലി ഇസ് എ സിംഗിൾ മെയിൽ or 2 or 3 groups of 2 or 3.
സ്ത്രീകളെയും കുട്ടികളെ ആക്രമിക്കില്ല. മറ്റു മതസ്ഥരായിട്ടുള്ള ആണുങ്ങളെ ആയിരിക്കും ആക്രമിക്കുക. ഒരു ഫേമസ് കേസ് ഉണ്ട്, യേശുദാസ് എന്ന് പറഞ്ഞൊരു ടീച്ചറിനെ, പുള്ളി ഏതോ പീഡികയിൽ കിടന്നുറങ്ങിയായിരുന്നു. ഒരു ആള് വന്നിട്ട് അങ്ങനെ ഇത് മാപ്പിള വന്നിട്ട് വെട്ടിക്കൊന്നു. അപ്പൊ ഇങ്ങനൊരു സംഭവം ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാകുന്നുണ്ട്. ബട്ട് ഈ 1921 കണ്ട ആ സ്കെയിലിൽ ഉണ്ടായിട്ടില്ല. സോ ഇതൊക്കെ ഇഫ് യു വാണ്ട് ടു അക്കാഡമിക്കലി ലേൺ അബൌട്ട് ഇറ്റ്, ഇതിനെക്കുറിച്ച് കുറെ പേപ്പേഴ്സ് ഉണ്ട്. ആൻഡ് ഐ ബിലീവ് ദാറ്റ് ഇറ്റ്സ് റിട്ടൺ ഫ്രം എ ന്യൂട്രൽ പെർസ്പെക്റ്റീവ്. അത് പഠിക്കേണ്ട ഒരു കാര്യമാണ്. ഹിസ്റ്ററി വി ഹാവ് ടു റിമൂവ് അവർ ബയസസ്, ആൻഡ് ഈവൻ ഇഫ് ഇറ്റ് അഫക്ട്സ് അവർ പൊസിഷൻ, നമ്മുടെ ഇപ്പം എനിക്കൊരു ലെഫ്റ്റ് വിങ് അഭിപ്രായമാണെങ്കിൽ അതിനോട് എതിരെ നിൽക്കുന്ന ഒരു സംഭവമാണെങ്കിൽ പോലും യു ഹാവ് ടു സ്റ്റിക്ക് വിത്ത് ദ ട്രൂത്ത്. Basically, that is where history and propaganda diverge, right? The moment you start justifying everything, whitewashing everything that was done wrong, it becomes propaganda. ഇതിന് വേറൊരു മറുപുറമുണ്ട്. ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ വാര്യംകുന്നൻ മൂവിയെ പറ്റി പറഞ്ഞില്ല. ആ മൂവി വരുന്നു എന്ന് പറഞ്ഞപ്പോ തന്നെ നമ്മുടെ പഴയ ഡയറക്ടർ അലി അൻസർ, പുള്ളി മറ്റേ പേരൊക്കെ മാറി, രാമസിംഹൻ, പുഴ മുതൽ പുഴ വരെ, രാമസിംഹൻ, പുഴ മുതൽ പുഴ വരെ ഒരു സിനിമ ഇതുപോലെ ഇറക്കാനുള്ള ശ്രമം നടത്തിയായിരുന്നു. ഒരു ഓടുന്ന പട്ടിക്ക് ഒരു പുഴ മുമ്പേ എന്ന പേരിൽ. അപ്പൊ ഇത് രണ്ട് സൈഡിൽ നിന്നും വരും. അതായത് പ്രൊപ്പഗൻഡ ഈസ് ഓൾവേസ് മെറ്റ് വിത്ത് പ്രോപ്പഗൻഡ. പ്രത്യേകിച്ച് ബാലൻസിങ് ഫ്രീ വേൾഡ് എന്ന് പറയും. ബാലൻസിങ് ഒക്കെ നടക്കുമെന്ന് നമുക്കറിയില്ല, പക്ഷെ എന്തായാലും ഇറ്റ് വിൽ ബി മെറ്റ് വിത്ത്. ദാറ്റ്സ് ദ ബെയിൻ ഓഫ് അവർ സൊസൈറ്റി. നമുക്കൊരു നെറേറ്റീവ് ഉണ്ട്. അപ്പൊ നെറേറ്റീവിന് കൗണ്ടർ ആയിട്ട് വരുന്നത് ട്രൂത്ത് അല്ല, കൗണ്ടർ നെറേറ്റീവ്. ഒരു കള്ളക്കഥയ്ക്കെതിരെ മറ്റൊരു കള്ളക്കഥ, അങ്ങനെയുള്ള ഫൈറ്റ് നടന്നുകൊണ്ടിരിക്കുന്നത്. ആർക്കും ട്രൂത്തിൽ ഇൻട്രസ്റ്റ്. നമ്മള് ഭയങ്കരമായിട്ട് അസെന്റ് ചെയ്യുന്നല്ലേ കൊറേ, അല്ലേ? ആർ സൈഡ് ആൻഡ് ദെയർ സൈഡ് അങ്ങനെ വിചാരിക്കുന്നുണ്ടല്ലേ? അത് ബേസിക് ഹ്യൂമൻ നേച്ചറാണ്. എന്ന് പറഞ്ഞാൽ ടിൽ ദർ ഇസ് എൻ എക്സ്റ്റേണൽ എനിമി ദാറ്റ് യുണൈറ്റ്സ് യു, ദർ ഇസ് ഓൾവേസ് അസ് ആൻഡ് ദെം. അപ്പോൾ ആ സ്ലൈസ് നടക്കുന്നത് എപ്പോഴും ഒരു ലാർജർ ഗ്രൂപ്പ് എൻ്റെ അടുത്ത് വരുന്ന രീതിയിൽ അസ് വേഴ്സസ് ദെം മുറിക്കാൻ പറ്റുന്ന ആളുകളാണ് സക്സസ്ഫുൾ ആവുന്നത്. അത് ദാറ്റ് ഈസ് എന്താ പറയണേ, ആന്ത്രോപോളജിക്കലി നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പണ്ട് തൊട്ടേ നടക്കുന്ന സാധനമാണ്. എന്ത് വെച്ച് ഡിവൈഡ് ചെയ്യും എന്നുള്ളതാണ്. യൂണിഫിക്കേഷൻ ഇസ് ഓൾവേസ് ഡിഫിക്കൽട്ട് unless there is an external force that is coming against. Division in such a way that I have the larger piece of the pie is always easier. നേരത്തെ പറഞ്ഞ പോലെ ദിസ് ഈസ് ദ ഹ്യൂമൻ കണ്ടീഷൻ. പെട്ടെന്ന് എടുത്ത് കളയാൻ പറ്റത്തില്ല. പക്ഷെ ആസ് എ സൊസൈറ്റി ഇഫ് വി ഷുഡ് പ്രോഗ്രസ് വി ഹാവ് ടു ബി ഓണസ്റ്റ് വിത്ത് അവർസെൽവ്സ്. നമ്മൾ നമ്മളെ തന്നെ ക്രിറ്റിസൈസ് ചെയ്ത് തുടങ്ങണം. ഇപ്പം വേറെ അധികം ആൾക്കാർക്ക് അറിയാത്തൊരു കഥ പറയാം. 1962 ഇൻഡോ ചൈന വാർ ഉണ്ടായിരുന്നു. വേറെ ഇന്ത്യയിൽ തന്നെ താമസിക്കുന്ന ഒരു മൈനോറിറ്റി ഗ്രൂപ്പാണ് ഇൻഡോ ചൈനീസ്. കൊൽക്കത്തയിലൊക്കെ ഈ കൊൽക്കത്ത ചൈനീസ് അല്ലെങ്കിൽ കൽക്കട്ട ചൈനീസ് എന്ന് പറയുന്ന വലിയ ചൈന ടൗണിലൊക്കെ താമസിക്കുന്ന ഒരു വലിയ കമ്മ്യൂണിറ്റി ഉണ്ട് ചൈനീസ് ആൾക്കാർ. ഇന്ത്യയുടെ പല ഭാഗത്തും ഉണ്ട്. പലപ്പോഴും ഈ പഴയ ഓൾഡ് സിറ്റീസിലൊക്കെ കാണാം. ഈ യുദ്ധം തുടങ്ങിയ സമയത്ത് we started having concentration camps for people of Chinese. നമ്മൾ ആക്റ്റീവ്ലി അമേരിക്കൻസ് എങ്ങനെയാണോ ജാപ്പനീസ് അമേരിക്കൻസിനെ ഇന്റർമെന്റ് ക്യാമ്പ്സിൽ കൊണ്ടിട്ടതുപോലെ, സോവിയറ്റുകാർ ഗുലാഗ്സ് തുടങ്ങിയതുപോലെ, ഭയങ്കര കോൺസെൻട്രേഷൻ ക്യാമ്പ്സ് തുടങ്ങിയതുപോലെ നമ്മളും ക്യാമ്പ്സ് തുടങ്ങിയിട്ട് ഈ മനുഷ്യരെ, ഈ 200 വർഷമായിട്ട് ഈ ഇന്ത്യയിൽ താമസിക്കുന്ന ഈ ചൈനീസ് ഒറിജിൻ മനുഷ്യരെയൊക്കെ കൊണ്ടുപോയി നമ്മൾ ക്യാമ്പ്സിൽ ഇട്ടിട്ടുണ്ട്. കുറച്ചുപേരൊക്കെ മരിച്ചു പോയിട്ടുണ്ട്. ചിലരൊക്കെ ഫാമിലീസുമായിട്ട് സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. ഇറ്റ് വാസ് എ ടോട്ടൽ ഫാഷിസ്റ്റ് മൂവ്. നമ്മുടെ ഹിസ്റ്ററി ബുക്സിലൊക്കെ വി ഡോണ്ട് ടോക്ക് അബൌട്ട് ഇറ്റ്. വി ഷുഡ് സ്റ്റാർട്ട് ടോക്കിംഗ് അബൌട്ട് ദീസ് തിങ്സ്. പിന്നെ ആൾക്കാർ പറയല്ലോ, ഓ അന്ന് നെഹ്റു ആയിരുന്നല്ലോ അതുകൊണ്ടാണ്. ദിസ് ഇസ് ഹൗ ദേ സ്പിൻ തിങ്സ്, നോ? ലൈക് കെൻ വി നോട്ട് ടോക്ക് അബൌട്ട് പൊളിറ്റിക്സ് ആയിട്ട് ഇതിനെ ലിങ്ക് ചെയ്യും അപ്പൊ തന്നെ. പൊളിറ്റിക്സ് അല്ല, നാഷണലിസം ഈസ് ആക്ച്വലി പാർട്ട് ഓഫ് എല്ലാവർക്കും ഉള്ളതാണ്. എല്ലാവരും അത് ഒരു നെറേറ്റീവ് എന്തായാലും സ്പിൻ ചെയ്തെടുത്തേ പറ്റൂ. അതിന് ഇവിടുത്തെ ടോട്ടൽ ഫോർത്ത് എസ്റ്റേറ്റ് എല്ലാത്തിനും സഹായിക്കും. അപ്പോ ഇപ്പൊ ഈവൻ റീസെന്റ് ഇന്ത്യ പാക് കോൺഫ്ലിക്ട് നടന്ന സമയത്ത് നമുക്ക് ക്ലിയർ ആയിട്ട് അറിയില്ലല്ലോ എന്താ സംഭവിച്ചെന്നുള്ള കാര്യം.
ഒരു ന്യൂട്രൽ പോയിന്റ് ഓഫ് വ്യൂ എന്നായിരിക്കും ചിലപ്പോൾ പുറത്തുള്ള ഒരു മാധ്യമം നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. അവിടെ അവർ സ്പെൻഡ് ചെയ്യുന്ന എങ്ങനെയാന്ന് വെച്ചാൽ, ഈവൻ ഇഫ് ഇറ്റ്സ് എ ടോട്ടൽ ഡിഫീറ്റ്, ദേ വിൽ പ്രൊമോട്ട് ദെയർ ഹൂവർ വാസ് ഇൻ ചാർജ് ഓഫ് ദ വാർ. അപ്പോൾ ദ ഗീവ് ദ നേഷൻ ദി ദ പെർസ്പെക്റ്റീവ് ദാറ്റ് വി വൺ ദ വാർ. അവരിപ്പോഴും വിചാരിച്ചിരിക്കുന്നത് അവർ കാർഗിലിൽ അവർക്ക് അഡ്വാൻറ്റേജ് ഉണ്ടായി, റീസെന്റ് കോൺഫ്ലിക്റ്റിൽ അവർക്ക് അഡ്വാൻറ്റേജ് ഉണ്ടായി എന്നൊക്കെ വിചാരിച്ചിരിക്കുന്നത്. കാരണം ദോസ് ജനറൽസ് ഗോട്ട് പ്രൊമോട്ടഡ്, ദേ ഗോട്ട് അതർ സ്റ്റാർസ്, ഐ മീൻ ലൈക്ക് ദേ ഗോട്ട് മെഡൽസ്. പക്ഷെ ഇതൊക്കെ ഇതെല്ലാവരും ചെയ്യുന്ന പരിപാടിയുണ്ട്. നാഷണലിസത്തിന്റെ ബൈ പ്രോഡക്റ്റ് ആണ് ഈ പറഞ്ഞ പരിപാടികളെല്ലാം. ഈ പറഞ്ഞ പിന്നെ ബൈ പ്രോഡക്റ്റ് അല്ല, നാഷണലിസത്തിനെ സഹായിക്കുന്ന സാധനമാണ്. with generative AI, it is going to become easier and easier to fabricate truths. അപ്പം ഉം. we are going to get into a terrifying future where ഒരു വക വിശ്വസിക്കാൻ പറ്റില്ല, ഒരു വക വിശ്വസിക്കാൻ പറ്റില്ല. ഇതാണ് സത്യം. സത്യാനന്തര കാലം എന്ന് പറയുന്നത്. അതെ, പോസ്റ്റ് ട്രൂത്ത് വേൾഡ്. പോസ്റ്റ് ട്രൂത്ത് വേൾഡ്. ഈ ഓപ്പറേഷൻ സിന്ദൂർ നടക്കുന്ന സമയം എനിക്ക് 2 പാകിസ്ഥാനി കൊളീഗ്സ് ഉണ്ടായിരുന്നു എൻ്റെ കഴിഞ്ഞ പ്രോജക്റ്റിൽ. വെരി നൈസ് പീപ്പിൾ കേട്ടോ, ഭയങ്കര നല്ല ആൾക്കാര്. ഈ ഓപ്പറേഷൻ സിന്ദൂർ നടന്നുകൊണ്ടിരിക്കുമ്പം ഇതിൽ ഒരാൾ നാട്ടിൽ പോയിട്ട് തിരിച്ചു വന്നു. എന്നിട്ട് എനിക്ക് പുള്ളിക്കാരത്തി ഒരു പാക്കറ്റ് ബിസ്ക്കറ്റ്സ് കൊണ്ടുവന്ന് തന്നു. അപ്പൊ തന്നെ ഞാൻ ഒരിടത്ത് കഴിച്ചു കഴിഞ്ഞിട്ട് എനിക്കൊരു കുറ്റബോധം, അയ്യോ. അപ്പൊ എന്റെ കൂടെ ഇരിക്കുന്ന വേറൊരു ഇന്ത്യക്കാരി പെങ്കൊച്ചുണ്ട്, മലയാളിയാണ്. പുള്ളിക്കാരത്തി പറഞ്ഞു കഴിക്കാല്ലേ. അപ്പൊ ഞാൻ പറഞ്ഞു ഞാനെന്തായാലും ഒരെണ്ണം കഴിച്ചു, ഇതിന്റെ രാജ്യദ്രോഹി ആവോന്ന് അറിയില്ല, അപ്പൊ ഒരെണ്ണം കൂടെ ബാക്കിയുണ്ട്. അപ്പൊ പുള്ളിക്കാരത്തി പറയാം, അപ്പൊ ഞങ്ങൾക്കൊരു ശ്രീലങ്കൻ കൊളീഗ് ഉണ്ട്, നമുക്ക് അവൾക്ക് കൊടുക്കാം, അവര് തമ്മിൽ യുദ്ധമൊന്നും ഇല്ലല്ലോ, അവൾക്ക് കൊടുക്കാം. ജസ്റ്റ് എ ബിസ്ക്കറ്റ്. ഇതിന് ഇത്ര ചിന്തിക്കേണ്ട ആവശ്യമില്ല. പക്ഷെ നമ്മളെ തോട്ട് പ്രോസസ് അപ്പൊ തന്നെ ഇതിങ്ങനെ ഓപ്പറേഷൻ കത്തി നിൽക്കുന്ന സമയം. പക്ഷെ ഞങ്ങൾ ഒരിക്കലും അങ്ങോട്ടും ഇങ്ങോട്ടും ഇതിനെ കുറിച്ച് സംസാരിച്ചിട്ടില്ല, അതിന്റെ ആവശ്യമുണ്ടെന്ന് ഞങ്ങൾക്ക് തോന്നിയിട്ടില്ല. പക്ഷെ ഉള്ളിന്റെ ഉള്ളിൽ നമുക്ക് ഇതൊക്കെ ഉണ്ട്. ഇവരെ ഞങ്ങളുടെ ഓഫീസിൽ ഒരിക്കൽ ഒരുത്തൻ ഇങ്ങനെ എന്തോ പറഞ്ഞു, ഓ കാശ്മീർ പാകിസ്ഥാന്റെ ഭാഗം എന്തോ പറഞ്ഞു. നോട്ട് ഈവൻ പുള്ളി ഓസ്ട്രേലിയൻ ആണ്. ഞങ്ങൾ 2 ഇന്ത്യക്കാരെ തിരിച്ചു തന്നു. Kashmir is always and will always be part of India. It was immediate reaction that elicited. അതൊരു എനിക്കൊന്നും ചിന്തിക്കേണ്ടി പോലും വന്നില്ല. അപ്പൊ തന്നെ തിരിഞ്ഞെന്ന് പറഞ്ഞു, was is and will always be part of India. दूध मांगे तो खीर देंगे, कश्मीर मांगे तो चीर देंगे. അപ്പൊ പുള്ളി അയ്യോ ഞാൻ അറിയാണ്ട് പറഞ്ഞു പോയതാ, ക്ഷമിക്കണം. സെയിം സിറ്റുവേഷൻ എനിക്ക് പറ്റിയിട്ടുണ്ട്. ഞാൻ ഇതുപോലെ ഒരു പ്രൊജക്റ്റില് ചൈനയിൽ പോയിരുന്നു. അപ്പൊ എന്തോ സംസാരിച്ചു വന്നപ്പോ തൈവാനെ കുറിച്ച് പറഞ്ഞു. അപ്പൊ തൈവാൻ ആക്ച്വലി തൈവാന്റെ കേസ് എന്ന് വെച്ചാൽ ദെയർ ആക്ച്വൽ ഒഫീഷ്യൽ നെയിം ഈസ് റിപ്പബ്ലിക് ഓഫ് ചൈന. ചൈന എന്നുള്ള ആ ഒരു നെയിമിന് വേണ്ടി ഫൈറ്റ് ചെയ്യുന്ന 2 രാജ്യങ്ങളാണ് പീപ്പിൾസ് റിപ്പബ്ലിക് ഓഫ് ചൈനയും പിന്നെ തൈവാൻ. അപ്പൊ ഞാൻ എന്തോ ഇങ്ങനെ പറഞ്ഞപ്പോ തൈവാനിൽ എന്നുള്ള സംഭവത്തിനെ കുറിച്ച് എന്തോ പറഞ്ഞപ്പോ അതൊരു രാജ്യമായിട്ട് ഞാൻ വിശ്വസിച്ചു. അപ്പൊ അതുവരെ സോഫ്റ്റ് സ്പോക്കൺ ആയിട്ട് ഒരു ചൈനീസ് പേഴ്സൺ എന്റെ അടുത്തുണ്ടായിരുന്നു. ഓൾ ഓഫ് എ സഡൻ പുള്ളി ഭയങ്കര വോക്കലായിരുന്നു. ട്രിഗർ ആയില്ലേ? ട്രിഗറായി. ഇറ്റ്സ് ലൈക്ക് തൈവാൻ ഇസ് എ പ്രോവിൻസ് ഓഫ് ചൈന, ഇറ്റ്സ് നോട്ട് എ കൺട്രി. ഞാൻ ഓക്കെ ടിബറ്റും ഇപ്പൊ അങ്ങനെയാണല്ലോ, അവർക്ക് പ്രോവിൻസ് ഓഫ് ചൈനയാണല്ലോ. അടുത്തൊരു നേപ്പാളും കൊണ്ടുപോകും അവര്. ഞാൻ പിന്നെ നോക്കി കഴിഞ്ഞപ്പോ ശരിയാണ്, തൈവാൻ കൺട്രി അല്ല ഒഫീഷ്യലി. UN അവർക്ക് മെമ്പർഷിപ്പ് ഇല്ല. എനിക്കത് അറിയില്ലായിരുന്നു. തൈവാൻ ഞാൻ കൺട്രി ആണെന്ന് വിചാരിച്ചിരുന്നു കുറെ കാലം. ഞാനും അങ്ങനെ ഹോങ്കോങ്. വിചാരിച്ചിട്ട് പ്രൊവിൻസ് ആണ്. ഈ ചൈനീസ് തായ്പേയ് എന്താ ശരിക്കും? അതെന്താ കൺട്രി ആണോ അതോ? തായ്പേയ് ബിക്കോസ് ഒളിമ്പിക്സിലോ അല്ലെങ്കിൽ സ്പോർട്ടിംഗ് ഇവന്റിലൊക്കെ ചൈനീസ് തായ്പേയ് എന്ന് പറഞ്ഞിട്ടൊരു ഇത് കാണാറുണ്ടായിരുന്നു പണ്ട്. ഇപ്പോ ഓക്കെ ഉണ്ട്. അത് ഇതേപോലെ എന്തോ ഒരു സിറ്റുവേഷൻ ഇരിക്കുന്ന കൺട്രിയാണ്. ഇതുപോലെ ഒരു കാര്യത്തിൽ അതെ. ചൈനക്കാർ ഡീസന്റ് ആട്ടോ. ഒരു രാജ്യം കൈ കിട്ടിക്കഴിഞ്ഞാൽ അപ്പോഴേ അവർ അങ്ങ് പൊതിഞ്ഞെടുക്കത്തില്ല. ഇപ്പൊ ഹോങ്കോങ് ആയാലും ഒരു പ്രത്യേക ഏരിയയിലാണ് കൊണ്ട് നിർത്തുന്നത്. നമ്മൾ ഹോങ്കോങ്ങിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഗൂഗിളൊക്കെ ആക്സസ് ചെയ്യാം. മെയിൻലാൻഡ് ചൈനയിൽ പോയി കഴിഞ്ഞാൽ ആക്സസ് ചെയ്യാൻ പറ്റും. അത് ചൈനീസ് ടൈപ്പയെ കുറിച്ച് എനിക്ക് എന്തോ ഒരു കഥ അറിയാം, ഞാൻ മറന്നുപോയി. ഞങ്ങളെ നോക്കട്ടെ. പണ്ട് ഇതുപോലെ കുറച്ച് ചൈനീസ് ഇന്റേൺസ് വന്നായിരുന്നു. അതിൽ ഒരുത്തൻ ഭയങ്കരമായിട്ട് ഒരു എസ്കലേഷനൊക്കെ ഉണ്ടാക്കിയായിരുന്നു. എന്ന് പറഞ്ഞാൽ ടൈം സോൺസ് സേവ് ചെയ്തിരുന്ന ഡേറ്റാബേസിൽ ടൈം സോൺസ് സേവ് ചെയ്തിരുന്നതിൽ ഹോങ്കോങ് സ്റ്റാൻഡേർഡ് ടൈം എന്ന് എന്തോ പറഞ്ഞിട്ടൊരു സാധനം ഉണ്ടായിരുന്നു.
പുള്ളി അത് കണ്ടിട്ട് പുള്ളി ഭയങ്കര ബഹളം ഉണ്ടാക്കി. അങ്ങനെ ഹോങ്കോങ് സ്റ്റാൻഡേർഡ് ടൈം എന്നൊരു സാധനം പറയാൻ പറ്റില്ല. ഹോങ്കോങ് എന്നൊരു കൺട്രി അല്ല, അത് ചൈനയാണെന്ന്, ചൈനയുടെ ഭാഗമാണെന്ന് പറഞ്ഞ് പുള്ളി ഭയങ്കര ബഹളം ഉണ്ടാക്കി. എന്നിട്ട് ഇവർ കുറേ റിസർച്ചൊക്കെ ചെയ്തിട്ട് ചൈനീസ് എംപ്ലോയീസിൻ്റെ സെൻറ്റിമെൻറ്റ്സ് മാനിച്ച് അവരത് എടുത്തു മാറ്റുക എന്തോ ചെയ്തായിരുന്നു. അതെന്താ ഹോങ്കോങ്കാർക്ക് സെന്റിമെന്റ്സ് ഇല്ലേ? ഉം? അല്ല, അത് അത് കുറച്ചല്ലേ ഉള്ളൂ. ഒഫീഷ്യലി പാർട്ട് ഓഫ് ചൈനയാണ്. ദർ ഇസ് നോ ഡിസ്പ്യൂട്ട്. പിന്നെ ഹോങ്കോങ്കാർക്ക് വിഷമമില്ല അത്. ചൈനീസ് ടൈപ്പൈ തായ്വാന്റെ തന്നെ വേറൊരു പേരാണ്. അവര് ഒളിമ്പിക്സിലൊക്കെ പങ്കെടുക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ആ പേര്. യെസ് യെസ് യെസ്, അങ്ങനെ ആയിരിക്കണം. നമ്മുടെ തൈവാൻ കണ്ടിട്ടില്ല. കുമാർ എന്ന് വിളിക്കും. അല്ല, പുറത്ത് ഇപ്പൊ നമ്മൾ പണ്ട് FDR, അത് എന്തായിരുന്നു? റഷ്യ ആയിരുന്നു അത്, FDR എന്ന് പറയുന്നത്. ഇപ്പൊ FDR ആയിരുന്നു ജർമ്മൻ പണ്ട്. ആണോ? ജർമ്മൻ. ജർമ്മൻ ആണോ എനിക്ക് ഓർമ്മയില്ല. പണ്ട് മറ്റേ ഫെഡറേഷൻ ഓഫ് റഷ്യ എന്നുണ്ടായിരുന്നില്ലേ അത്? ഞാനിങ്ങനെ റഷ്യൻ വായിച്ചിട്ടുണ്ട്. ഫെഡറേഷൻ ആയിരുന്നു അല്ലെ? അങ്ങനെയല്ലേ കാണിക്കുന്നത്? റഷ്യൻ ഫെഡറേഷൻ അല്ലേ ഇപ്പോഴും? മറ്റേ ഇതില് റഷ്യ എന്നാണോ RUS എന്നല്ല, RUS അല്ലേ കാണിക്കുന്നത്? അറിയൂസിന് റഷ്യ തന്നെയായിരിക്കുന്നു. പണ്ട് അല്ല, ഞാൻ പല USSR. സ്ഥലത്ത് കണ്ടിട്ടുണ്ട് റഷ്യ USSR. SVR എന്ന് പറയുന്നത് അതൊക്കെ പഴയ റഷ്യയുടെ CIA പോലെ ഒരു ഏജൻസി ഉണ്ട്. SVR അല്ല, FDR. സോറി, അത് വിട്ടേക്ക്, അത് കുഴപ്പമില്ല. USSR നമ്മുടെ പഴയ പണ്ടത്തെ റിപ്പബ്ലിക്സ് അല്ലേ? സോവിയറ്റ് സോഷ്യലിസ്റ്റ് സെക്യുലർ റിപ്പബ്ലിക്സ് ആയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമ്മൾ നല്ലപോലെ കാട് കയറിയിട്ടുണ്ടെന്ന്. ഒരു ഒരു അന്തവും കുന്തവും ഇല്ലാതെ കാട് കയറി. നമ്മുടെ ടോപ്പിക് ഒരു വഴി കിടപ്പുണ്ട്, അതിന് ഇനി പിന്നെ തുടരാം. എനിക്ക് ഞാൻ തോന്നുന്നു കാട് കയറിയെന്ന് പറയില്ല. ഏ ഞാൻ കാട് കയറിയെന്ന് പറയുന്നില്ല. ഇറ്റ്സ് ഓൾ നോൺ ഫിക്ഷൻ. നമ്മളിപ്പോ എന്ത് ഹിസ്റ്ററി ആയാലും പറഞ്ഞാലും ഇറ്റ്സ് ഓൾ പാർട്ട് ഓഫ് നോൺ ഫിക്ഷൻ. അതെ അതെ. അപ്പോൾ നമുക്ക് എന്തായാലും ഒന്ന് പോസ് ചെയ്യാം. ഇനി അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം. ടിൽ ദെൻ, ദിസ് ഇസ് എഴുതാപുരം സൈനിങ് ഓഫ്. സന്ദീപ്, ലേഖ, കൃഷ്ണകുമാർ ആൻഡ് അനൂപ്. താങ്ക് യു ഓൾ.